तुम्हारे प्यार से बाबा। तुम्हारे प्यार से बाबा हुई राहें मेरी उजली। तुम्हारे प्यार से बाबा हुई राहें मेरी उजली। रूहानी नजरों ने तेरी अनेकों जिंदगी बदली। रूहानी नजरों ने तेरी अनेकों जिंदगी बदली। तुम्हारे प्यार से बाबा। मेरे मन की धरा पर तुम गगन बन कर के छाए हो। उठी नजरें जिधर भी बस नजर तुम ही तो आए हो। नजर तुम ही तो आए हो। यही तो मन की चाहत थी हमारे दिल की जो सुन ली। तुम्हारे प्यार से बाबा। हेलो ओम शांति माइक टेस्ट। हेलो ओम शांति। हेलो तुम्हारे साथ का एक पल कई जन्मों से बेहतर है। सफल हर पल हुआ अपना। नजर तेरी जो हम पर है। नजर तेरी जो हम पर है। यही यादें ही रह रह कर चमक जाती है जो बिजली। तुम्हारे प्यार से बाबा। लगन तुझसे लगी बाबा। मगन मन झूमता रहता। नजारा वो नए युग का नयन में घूमता रहता।
नयन में घूमता रहता, वतन में उड़ते संग तेरे, चमन में फिरती जो तितली, तुम्हारे प्यार से बाबा। उठाकर प्यार से हमको दिया ऊंचा, हमें आसन सजाकर सद्गुणों से है दिया, दिल का है सिंहासन दिया, दिल का है सिंहासन, है लाखों शुक्रिया दिल से, यही आवाज है निकली तुम्हारे प्यार से बाबा। हुई राहें मेरी उजली तुम्हारे प्यार से बाबा, हुई राहें मेरी रूहानी नजरों ने तेरी, अनेकों जिंदगी बदली, रूहानी नजरों ने तेरी, अनेकों जिंदगी बदली तुम्हारे प्यार से बाबा। ओम शांति शांति, ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को
जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യം നമുക്ക് കേൾക്കാം. മുരളിയുടെ റിവിഷൻ ഡേറ്റ് 31/3/2010. മുരളിയുടെ ഹെഡിങ് ആണ് പൂർവികനും പൂജ്യനുമാണെന്നുള്ള സ്വമാനത്തിലിരുന്ന് മനസ്സിലൂടെ സർവർക്കും പാലന ചെയ്യൂ, മുഴുവൻ കൽപ്പവൃക്ഷത്തിനും സകാശ് നൽകൂ. ബാബന്ന് നമ്മുടെ 2 സ്വമാനത്തെ ഉണർത്തിത്തരികയാണ്. ഏതൊക്കെയാണ് 2 സ്വമാനം? ഒന്ന് പൂർവികനാണെന്നുള്ള സ്വമാനവും രണ്ടാമത്തേത് പൂജ്യനാണെന്നുള്ള സ്വമാനവും ബാബ ഓർമ്മിപ്പിക്കാൻ. आज बाप दादा अपने चारों ओर के पूर्वज और पूज्य आत्माओं को देख रहे हैं. ഇന്ന് ബാബ തൻ്റെ 4 വശത്തുമുള്ള പൂർവികനും പൂജ്യനുമാണെന്നുള്ള ആത്മാക്കളെ ബാബന്ന് കാണുകയായിരുന്നു. പൂർവികരായ ആത്മാക്കള് ആണെന്ന് നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാനൊരു പൂർവികനായ ആത്മാക്കളാണ്. പൂജ്യ ആത്മാവും കാ നിവാസ് കഹാഹി. ആരാണോ പൂജ്യരായിരിക്കുന്ന ആത്മാക്കള് അവരെ വസിക്കുന്നത് എവിടെയായിരിക്കും? അപ്പനെ ജാടുക്കോ സാമനയിലാവും എന്ന് ബാബ പറയുന്നത്. കൽപ്പവൃക്ഷത്തെ നിങ്ങളുടെ കുട്ടികളുടെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരണം. കൽപ്പവൃക്ഷത്തിന്റെ ചിത്രത്തെ ഒന്ന് നിങ്ങളെ സ്മൃതിയിലേക്ക് കൊണ്ടുവരണം. ഉസ്മി ദേക്കോ ആപ്കാ സ്ഥാൻ കഹാഹി. ഇനി ആ കൽപ്പവൃക്ഷത്തിൽ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ സ്ഥാനം അതിൽ എവിടെയാണ്. ജാൻതേ ഹോ ആപ്പ് പൂർവജോം കാ സ്ഥാൻ ജഡമേഹി. ബാബ പറയുന്നു, കുട്ടികളെ നിങ്ങൾക്കറിയാമോ, താങ്കൾ പൂർവികരുടെ സ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും വേരിലാണ്. വേരിലാണ് നമ്മൾ ഇരിക്കുന്നത്. സംഗമയുഗത്തിനെയാണ് ബാബ പറയുന്നത് മുഴുവൻ കൽപ്പവൃക്ഷത്തിന്റെയും വേരെന്ന്. ജാടിക്ക് ജഡമേ ബീഹി തനാമേ ബീഹി. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ വേരില് മാത്രമല്ല ഉള്ളത്, നിങ്ങൾ തായ്തടിയിലുമുണ്ട് അല്ലെ. വേരില് സംഗമയുഗത്തിലെ ബ്രാഹ്മണരായിട്ടാണ്. തായ്തടിയിലാണെങ്കിലോ നിങ്ങൾ കുട്ടികള് ദേവി ദേവതാ ധർമ്മത്തില് പെട്ട അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലെ ദേവാത്മാക്കളാണ്, പൂജ്യരാണ്. ബാബ പറഞ്ഞു, അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന വേരിലൂടെ മുഴുവൻ വൃക്ഷത്തിനും പാലന ലഭിക്കും. മുഴുവൻ വൃക്ഷത്തിന് നിങ്ങൾ കുട്ടികളെ പാലന കൊടുക്കുന്നവരായിട്ട് മാറണം. ആപ്പ് ഈ സാരി വൃക്ഷയ്ക്ക് ടാൽ ടാലിയാം വാ പത്തേക്ക് പാലന കർണേ വാലെ സകാശ് ദേനെ വാലെ പൂർവജുഹു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഈ മുഴുവൻ വൃക്ഷത്തിൻ്റെയും അല്ലെ ശാഖോപശാഖകൾക്കും അതുപോലെ തന്നെ ഈ വൃക്ഷത്തിലെ വേരുകൾക്കും പാലന കൊടുക്കേണ്ടവരാണ്. അഥവാ സകാശ് കൊടുക്കേണ്ട പൂർവികരാണ് നിങ്ങൾ കുട്ടികൾ. ബാബന്ന് നമ്മളോട് എന്താ പറയുന്നത്? മുഴുവൻ വൃക്ഷത്തിലെ ശാഖകൾക്ക് അല്ലെ, ഏത് ധർമ്മത്തിൽ പെട്ടവനാണെങ്കിലും ഏത് വിഭാഗത്തിൽ പെട്ട ആത്മാക്കളാണെങ്കിലും മുഴുവൻ ശാഖകൾക്കും മുഴുവൻ ഇലകൾക്കും നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം? പാലന കൊടുക്കണം, അഥവാ സകാശ് കൊടുക്കുന്ന പൂർവികരായിട്ട് മാറണം. അതുകൊണ്ട് 2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കണം. ഒന്ന്, നിങ്ങൾ പൂർവികരാണ്. രണ്ടാമത്തേത്, നിങ്ങൾ കുട്ടികൾ ആരാധ്യരാണ്. അതായത് ബാബ പറയുന്ന പൂജ്യര് കൂടിയാണ്. ബാബ പറയുന്ന പ്രത്യേകിച്ചും നിങ്ങൾ ഇരിക്കുന്ന വേരിലൂടെയും നിങ്ങൾ ഇരിക്കുന്ന തായ്തടിയിലൂടെയും മുഴുവൻ വൃക്ഷത്തിലെ ഇലകൾക്കും സകാശ് ലഭിച്ചിരിക്കും. ഒരു ഇലയെ പോലും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല.
നമ്മൾ എന്താണോ ബാബയിൽ നിന്ന് എടുക്കുന്ന മുഴുവൻ ഖജനാവുകളും അല്ലെങ്കിൽ ശക്തികളും, കറണ്ട്, അത് എല്ലാ ആത്മാക്കൾക്കും ലഭിച്ചിരിക്കണം. ബാബ പറയുന്ന കാരണം മുഴുവൻ വൃക്ഷത്തിനും സകാശു കൊടുക്കുന്നവരാണ് നമ്മൾ എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാകും. അതിൻ്റെ അനുഭവം ചെയ്യും. ലോകത്തിലെ എവിടെ എവിടെ ഇരിക്കുന്ന ആത്മാക്കളാണെങ്കിലും അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ശക്തികൾ കൊടുക്കുക. ബാബയിൽ നിന്ന് ശക്തികൾ എടുക്കുക, കൊടുക്കുക. ബാബ പറയണ അങ്ങനെ കൊടുക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് അനുഭവം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലഹരി നിങ്ങൾ കുട്ടികൾക്കുണ്ടാകണം. നമ്മൾ പൂർവികരായ ആത്മാക്കളാണ്. സർവ ആത്മാക്കൾക്കും വൃക്ഷത്തിലെ ശാഖോപശാഖകൾക്കും ചില്ലകൾക്കും അതുപോലെ തന്നെ ഇലകൾക്കും സകാശു കൊടുത്തുകൊണ്ടേ നിങ്ങൾ കുട്ടിയിലിരിക്കണം. അതായത് കറണ്ട് നൽകുന്നവരായിട്ട് മാറണം. എങ്ങനെയാണോ ബ്രഹ്മബാബ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. അങ്ങനെയാണല്ലോ ബ്രഹ്മബാബയെ കുറിച്ച് പറയുന്നത് അല്ലെ? മുത്തശ്ശനാണ് ബാബ, ആദിദേവനാണ്. അതിനോടൊപ്പം തന്നെ താങ്കൾ കുട്ടികളാണെങ്കിലോ ബാബ പറയുന്നത് മാസ്റ്റർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് അല്ലെ? നമ്മളെയും ബാബ എന്താ പറയുന്നത്? നിങ്ങൾ കുട്ടികളും ആരാകുന്നു? മാസ്റ്റർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. അതായത് ബ്രഹ്മബാബയ്ക്ക് സമാനമായിട്ടുള്ള ഒരു തുല്യമായ സ്ഥിതി ബാബ നമ്മളെ ഓർമ്മിപ്പിക്കാൻ. എങ്ങനെയാണോ ബ്രഹ്മബാബ ആദിദേവൻ, അതേപോലെ നമ്മൾ കുട്ടികളും ഇവിടെ ആരായി മാറിയിരിക്കുന്നു? മാസ്റ്റർ ആദിദേവനായി മാറിയിരിക്കുകയാണ്. മുഴുവൻ വൃക്ഷത്തിലെയും ആത്മാക്കൾക്ക് താങ്കൾ പൂർവികരായിരിക്കുന്ന ആത്മാക്കളുടെ മേലൊരു ആകർഷണമുണ്ട് അല്ലെ? നമ്മൾ പൂർവികരായതുകൊണ്ട് ലോകത്തിലെ എല്ലാ മനുഷ്യാത്മാക്കൾക്കും നമ്മളിലേക്ക് എന്തുണ്ടെന്നാണെന്നാ ബാബ പറയുന്നത്? ഒരു ആകർഷണമുണ്ട്. താങ്കൾ പൂർവികരായ ആത്മാക്കൾ അവർക്ക് പാലനയുടെ ശക്തി തീർച്ചയായിട്ടും നൽകണം. നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടണം അല്ലെ? എന്താണ് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത്? ശക്തികളാണ്. കാരണം ഇന്നത്തെ മനുഷ്യാത്മാക്കൾക്ക് ഒട്ടുമേ ജീവിതത്തിൽ ഇല്ലാത്തത് ശക്തികളാണ്. ബാക്കി എല്ലാം ഉണ്ട് ജീവിക്കാൻ. പക്ഷെ എന്താണ് അവർക്കില്ലാത്തത്? ശക്തികളില്ല. മാനസികമായിട്ടവരെ വളരെ വീക്കാണ്, ദുർബലരാണ്. അതിനാൽ ബാബ പറയണത് എന്താണോ ലോകത്തിലെ മനുഷ്യ ആത്മാക്കൾക്ക് ഇല്ലാത്തത് അത് കൊടുക്കുന്നവരായി നിങ്ങൾ കുട്ടികൾ മാറണം. എങ്ങനെയാണോ താങ്കൾ പൂർവികരായ ആത്മാക്കളുടെ പാലന ബാബ ചെയ്യുന്നത് അല്ലെ? ഇന്ന് ബാബ എങ്ങനെയാണ് നമ്മുടെ പാലന ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശക്തികളിലൂടെയാണ് അല്ലെ? ബ്രാഹ്മണ ജീവിതത്തിൽ നമ്മൾ പോലും ഓരോരുത്തർ പിടിച്ചു നിൽക്കുന്നുണ്ട് അല്ലെ? അലൗകിക ജന്മത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. കാരണം കലിയുഗ ലോകത്തിൽ നിന്നും ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ സംഗമയുഗത്തിലെ ബ്രാഹ്മണ ജീവിതം. കലിയുഗ ലോകത്തിലെ മനുഷ്യരെങ്ങനെയാണ്? അവരെ ഒഴുക്കിനൊത്തു നീന്തുന്നവരാണ്. പക്ഷെ സംഗമയുഗത്തിലെ അലൗകികമായിട്ടുള്ള ഒരു ദിവ്യമായ ബ്രാഹ്മണ ജന്മം നമ്മൾ ജീവിക്കുക അർത്ഥം ഒഴുക്കിനെ എതിരെ നീന്തുന്നവരാണ്. ഒഴുക്കിനൊത്തു നീന്തുന്നവരല്ല, ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ്. അപ്പൊ ബാബ ചോദിക്കണത്, നിങ്ങൾ കുട്ടികൾക്ക് ബാബ ശക്തി തരുന്നുണ്ടല്ലോ. അപ്പൊ ബാബ ശക്തി തരുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ബ്രാഹ്മണ ജീവിതത്തില് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. കാരണം ബ്രാഹ്മണ ജീവിതത്തിൽ നമുക്ക് 2 ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്ന് ബാബയുടെ സ്നേഹം, രണ്ടാമത്തേത് നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. അപ്പൊ ശക്തി നമുക്ക് കിട്ടുന്നത് ഒന്ന് യോഗം ചെയ്യുമ്പോഴാണ്. രണ്ടാമത് എങ്ങനെയാണ്? ബാബ നൽകുന്ന ശ്രീമതത്തിലൂടെ ജീവിക്കുമ്പോഴാണ്. സാധനയും നമുക്ക് സത്യത്തിലെ ഒരു ബലമാണ്, ശക്തി തന്നെയാണ്. അതുകൊണ്ട് ബാബ പറയുന്നു, കുട്ടികളെ നിങ്ങൾ പൂർവികരായ ആത്മാക്കളുടെ പാലന ബാബ ചെയ്യുന്നത് എങ്ങനെയാകുന്നു? ശക്തികൾ തന്നിട്ടാണ്. അതേപോലെ താങ്കളും നിങ്ങളും പൂർവികരല്ലേ? ലോകത്തിലെ മനുഷ്യാത്മാക്കൾക്ക് നിങ്ങൾ പൂർവികരല്ലേ? അതുകൊണ്ട് നിങ്ങൾക്കൊരു കടമയുണ്ട്. എന്താണ് ആ കടമ? ശക്തികളിലൂടെ അവർക്കും പാലന ചെയ്യുന്നവരായിട്ട് മാറും. എന്താണ് അത്ര വേണ്ടത്? അവർക്ക് പാലന ചെയ്യുക. എങ്ങനെയുള്ള പാലനയാണ്? സൂക്ഷ്മമായിട്ടുള്ള ശക്തികൾ കൊടുക്കുക. ഈ സൂക്ഷ്മ ശക്തികളെയാണ് ബാബ പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള സകാശി അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കളും നോക്കൂ, വളരെയധികം ദുഃഖികളാണ്. സർവരും ഇന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അയ്യോ എന്നുള്ള നിലവിളിയിലാണ്.
നമ്മൾ സ്വയം ദേവീ ദേവതകളെയാണ് ലോകം ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് ബലം കിട്ടാനും രക്ഷ കിട്ടാനും ശാന്തി കിട്ടാനും ശക്തി കിട്ടാനും അവർക്ക് ജീവിതത്തിൽ എന്ത് വേണമോ അത് കിട്ടുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യാത്മാക്കളും ഇന്ന് ആരെയാണ് വിളിക്കുന്നത്? ഭഗവാൻ പറയുന്ന കുട്ടികളെ, നിങ്ങൾ ദേവീ ദേവതകളെയാണ് അവര് വിളിക്കുന്നത്. ബാബ പറയുന്ന പ്രത്യേകിച്ചും അവരുടെ നിലവിളിയിൽ എന്താ പറയുന്നതെന്നറിയോ? അല്ലയോ ക്ഷമാസാഗര, ഞങ്ങളോട് ക്ഷമിക്കണം, അങ്ങ് ഞങ്ങൾക്ക് പൂർവികരാണ് അല്ലെ. ആ പൂർവികരായിരിക്കുന്ന ഞങ്ങൾക്ക് പാലന നൽകും. നമ്മൾ സാധാരണ അതുകൊണ്ടല്ലേ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും വീട്ടിൽ എപ്പോഴും കുലദേവതകൾ എന്ന് പറഞ്ഞിട്ട് ദേവീ ദേവതകളുടെ ചിത്രങ്ങളാണ് വെക്കുക. അതേപോലെ നമുക്ക് കുടുംബങ്ങളിലാണെങ്കിലും നമുക്ക് കുടുംബക്ഷേത്രം ഉണ്ടാകും. ആ കുടുംബക്ഷേത്രത്തിൽ ഒരു കുലദേവതയുണ്ടാകും. ആ കുലദേവതയെ കുടിയിരുത്തിയിട്ടുണ്ടാകും. ആ കുടുംബത്തിലും ആ തറവാട്ടിലും അവർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ വേഗം ചെല്ലുന്നത് ആ കുലദേവതയുടെ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ എന്തെങ്കിലും വിശേഷപ്പെട്ട പൂജകളൊക്കെ അവർ ചെയ്യാറുണ്ട്. എന്നിട്ട് അവർ ആ പ്രാർത്ഥനയിൽ പറയും, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകണം, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണം. അപ്പൊ ഇതിനെ മനസ്സിലാക്കാം, ഈ ലോകത്തിൽ ഏത് മനുഷ്യ ആത്മാക്കളുടേതാണെങ്കിലും അവരുടെ പൂർവികർ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ദേവി ദേവതകളാണ്. പക്ഷെ ഇവിടെ ബാബ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ലോകത്തിൽ ഏത് മനുഷ്യരും ദേവീ ദേവതകളായിട്ട് ഏത് പൂർവികരെയാണോ ഓർമ്മിക്കുന്നത് ആ പൂർവികർ സംഗമയുഗത്തിലെ ബ്രാഹ്മണരായ നമ്മൾ ഓരോരുത്തരുമാണ്. ഇപ്പൊ ലോകത്തിലെ മനുഷ്യർ എന്താണോ ദേവീ ദേവതകളിൽ നിന്ന് യാചിക്കുന്നത്, അത് ക്ഷമയാകാം, ദയയാകാം, മാപ്പാകാം, ശക്തികളാകാം, ഗുണങ്ങളാകാം, ശാന്തിയാകാം, പവിത്രതയാകാം, എന്തവർ യാചിക്കുന്നുണ്ടോ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ പൂർവികരാണ്. പിന്നെ പൂർവികരായ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാബയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ് അല്ലെ. നമ്മളല്ലേ യോഗം ചെയ്യുന്നവര്, നമ്മളല്ലേ ബാബയിൽ നിന്ന് സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന, ശ്രീമതം അനുസരിച്ചുകൊണ്ടിരിക്കുന്നവര് നമ്മളല്ലേ. അപ്പൊ ബാബയിൽ നിന്നും എടുക്കുന്നത് നമ്മളാണ്. ബാബയിൽ നിന്ന് എടുത്തതിനെ ശേഖരിച്ചു വെക്കാനുള്ള കഴിവ് നമുക്കാണുള്ളത്. ഇനി ശേഖരിക്കല് മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി, നമ്മൾ വിതരണം ചെയ്യണം. കാരണം ബാബ നമുക്ക് എന്ത് ശാന്തിയും സമാധാനവും നൽകുന്നുണ്ടോ അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മളൊക്കെ ശാന്തി അന്വേഷിച്ച് ബാബയുടെ വീട്ടിലേക്ക് വന്നു അല്ലെ. ഇവിടെ വന്നപ്പോ നമുക്ക് ശാന്തി തന്നു. പക്ഷെ ബാബ നമുക്ക് ഒരിക്കലും ശാന്തി തന്നിരിക്കുന്നത് ഒരു കൈക്കുമ്പിളിലായിട്ടല്ല. ശാന്തിയുടെ ഖജനാവാണ് ബാബ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ സുഖത്തിന്റെ ഖജനാവാണ് ബാബ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. സന്തോഷത്തിന്റെ ഖജനാവാണ് ബാബ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും അധികം ബാബ നമുക്ക് തന്നു, അർത്ഥം എന്താണെന്നറിയോ? അത് കൊടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. സ്വന്തം ജീവിതത്തിൽ മാത്രം ഉപയോഗിക്കുകയല്ല വേണ്ടത്, നമ്മളിലൂടെ ഈ ലോകത്തിൽ എല്ലാ മനുഷ്യാത്മാക്കൾക്കും കിട്ടണം. അപ്പൊ ആ കിട്ടാനുള്ള വഴിയിലേക്കാണ് ബാബ നോക്കൂ മുരളിയിലൂടെ നമ്മളെ എത്തിക്കുന്നത്. ബാബ പറയണത്, മുഴുവൻ വൃക്ഷത്തിലും നിങ്ങൾ കുട്ടികൾ നോക്കൂ, പല പ്രകാരത്തിലുള്ള ആത്മാക്കളുണ്ട് അല്ലെ. ഒരു വൃക്ഷം എന്ന് പറയുമ്പോൾ ആ വൃക്ഷത്തിൽ കൊമ്പുകൾ ഉണ്ടാകും അല്ലെ, ചില്ലകൾ ഉണ്ടാകും, ശാഖകളിൽ നിന്നും അനേക ശാഖകളും ഉണ്ടാകും. പക്ഷെ അവരുടെ എല്ലാവരുടെയും ദൃഷ്ടി നിങ്ങളിലേക്കാണ്. അവർക്ക് എന്ത് വേണമോ അവർക്ക് കിട്ടേണ്ടത് നമ്മളിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ദൃഷ്ടി അവരിലേക്കും പോകണം, അവരുടെ ദൃഷ്ടി നമ്മളിലേക്കും വരണം. ബാബ പറയുന്നു, അവർക്ക് പൂർവികരായ ആത്മാക്കൾ താങ്കളാണ്. അത് ഏത് ധർമ്മത്തിൽപ്പെട്ട ആത്മാക്കൾക്കാണെങ്കിലും അവർക്ക് ലഭിക്കേണ്ടത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് അല്ലെ. ശാന്തിയാണെങ്കിലും സുഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ശക്തികളാണെങ്കിലും ലഭിക്കേണ്ടത് നിങ്ങൾ കുട്ടികളിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ബാബ പറയുന്ന കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം, ആരെ കാണുമ്പോഴും നിങ്ങൾക്ക് ഒരു കരുതൽ ഉണ്ടാകണം, അവരെനിക്ക് സ്വന്തമാണ്. ഈ ലോകത്തിൽ ആരും നമുക്ക് അന്യരല്ല. ഈ ലോകത്തിലെ എല്ലാവരും ആരുടേതാണത്രേ? നമ്മുടേതാണ്, നമ്മുടെ സ്വന്തമാണ്. ബാബ പറയുന്നു, അങ്ങനെ ഏതെങ്കിലും ആത്മാക്കളെ നിങ്ങൾക്ക് കാണുമ്പോ അപ്പനാപ്പൻ, എൻ്റെ സ്വന്തമാണ് അവര് അല്ല. ബാബയുടെ കുട്ടിയാണ്, എൻ്റെ സഹോദരാത്മാവാണ്.
അങ്ങനെയുള്ള അനുഭവം നിങ്ങൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബാബ പറയുന്നു, ഇത്രയും ലഹരി നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകും. എല്ലാ ആത്മാക്കളെ പ്രതിയും താങ്കൾക്ക് ദയയാണ് തോന്നേണ്ടത്. എന്ത് തോന്നണമെന്നാ ബാബ പറയണത്? സകല ആത്മാക്കളെ പ്രതിയും നിങ്ങൾക്ക് തോന്നേണ്ട ഭാവം ദയാഭാവനയായിരിക്കണം. ബാബ പറയണ ആളുകൾ ഇന്ന് കണ്ടിട്ടുണ്ടോ? നിലവിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? കരയുകയാണ്, ശബ്ദമുണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബ പറയുന്ന കുട്ടികളെ, അവർക്കിന്ന് മനസ്സിലൂടെ വേണ്ടത് ശക്തികളാണ്. അവർക്ക് അതാണ് ആവശ്യം, അല്ലെ? ഇന്നവർക്ക് ജീവിക്കാൻ എല്ലാ ചുറ്റുപാടുകളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ എല്ലാ ചുറ്റുപാടുകളുടെയും നടുക്കിരുന്നും ജീവിതത്തിൽ മനുഷ്യൻ ഇന്ന് ദുഃഖിക്കുകയല്ലേ, കഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്, അല്ലെ? അശാന്തരാവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ബാബ പറയുന്ന കുട്ടികളെ, അവർക്കിന്ന് വേണ്ടത് ശക്തികളാണ്. ആ ശക്തികൾ നിങ്ങളിൽ നിന്നാ കൊടുക്കേണ്ടത്. എത്രത്തോളം താങ്കൾ പൂർവികരാണെന്നുള്ള ലഹരിയിലിരിക്കുന്നു, അത്രയും താങ്കളിലൂടെ അവർക്ക് പാലന കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ സ്വമാനത്തിൽ ഇരുന്നാൽ മതി, അല്ലെ? ആ സ്വമാനത്തിന്റെ പ്രാക്ടീസ് ചെയ്തിട്ട് ബാബയിൽ നിന്ന് നമ്മളിലേക്ക് നമ്മൾ നിറച്ചാൽ മാത്രം മതി. ഇപ്പൊ എത്ര നമ്മൾ ബാബയിൽ നിന്ന് നിറയ്ക്കുന്നുണ്ടോ, അല്ലെ? ആ നിറയ്ക്കുന്നതിനനുസരിച്ചേ നമ്മളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് വിശ്വത്തിലേക്ക് എന്ത് ചെയ്തോളും? പരന്നോളും, പ്രവഹിച്ചോളും. ബാബ പറയുന്നു, ഇനി ഇന്ന് നോക്കൂ, ശരീരത്തിന് വേണ്ടത് എന്താണ്, അല്ലെ? കഴിക്കണം, കുടിക്കണം, അതേപോലെ തന്നെ പഠിക്കണം. പഠിപ്പിലൂടെ അവർക്ക് എന്താ കിട്ടുന്നത്? ജോലി കിട്ടുന്നുണ്ട്. അതിന്റെ പ്ലാനിങ്ങും പദ്ധതികളെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കഴിക്കാനും കുടിക്കാനുമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു, ജോലിക്കും പഠിപ്പിനുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഉണ്ടാകും, അല്ലെ? എല്ലാറ്റിനും അവർക്കൊരു സംവിധാനങ്ങൾ ഉണ്ടാകും. പക്ഷേ ബാബ പറയണത് അവർക്ക് കിട്ടാത്തത് എന്താണെന്നറിയോ? ശക്തികളാണ്. അതായത് എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് കിട്ടാത്തത് എന്താണത്രേ? ശക്തികളുടെ പാലനയാണ്. എന്നാൽ അത് നിങ്ങളിലൂടെയാണ് നടക്കേണ്ടത്. അവർക്ക് എന്താണോ കിട്ടാത്തത്, ഇതുവരയ്ക്കും ലഭിക്കാത്തത്, അത് കൊടുക്കേണ്ട ചുമതല നമുക്കാണെന്നാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ്? സംഗമയുഗത്തിലെ വേരിലാണ്. ഇനി നിങ്ങൾ കുട്ടികൾ തന്നെയാണ് ആരാകുന്നത്? സത്യത്രേതായുഗത്തിലെ സനാതന ധർമ്മത്തിൽ പെടുന്ന, അല്ലെ, ദേവതാ ധർമ്മത്തിൽ പെടുന്നവരാണ് നിങ്ങൾ. നിങ്ങളാണ് പൂർവികർ. അതുകൊണ്ട് ഓരോ കൊമ്പുകൾക്കും, ഓരോ ശാഖകൾക്കും, ഓരോ ചില്ലകൾക്കും, ഇലകൾക്കും പാലന കൊടുക്കേണ്ട കർത്തവ്യം നിങ്ങൾ കുട്ടികൾക്കുണ്ട്. ബാബ പറയണ ഇങ്ങനെ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടായിരിക്കണം, അല്ലെ? കൊടുക്കണം എന്നുള്ള ആ ഉത്സാഹമുണ്ടായിരിക്കണം. ബാബ ചോദിക്കണം, ആ ലഹരി നിങ്ങൾക്കുണ്ടോ, അല്ലെ? എനിക്ക് ബാബ എല്ലാം തന്നിരിക്കുന്നത് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്. ആ ലഹരി നിങ്ങൾ കുട്ടികൾക്കുണ്ടോ? ബാബ പറയും, നോക്കൂ, മുഴുവൻ ഡ്രാമയിൽ എത്ര ആത്മാക്കള് താങ്കളുണ്ടോ, നിയമം അനുസരിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പൂജകളാണ് കിട്ടുന്നത്. ബാബ പറയണ നോക്കൂ, ഒരു മഹാത്മാക്കൾക്കും പൂജ ലഭിക്കണില്ല, ഒരു ധർമ്മപിതാക്കന്മാർക്കും പൂജ ലഭിക്കുന്നില്ല. ക്ഷേത്രങ്ങളില് ശ്രീകോവില് നോക്കൂ, വിധിപൂർവം, അല്ലെ, എല്ലാ ആചാരങ്ങളോടെ, സമ്പ്രദായങ്ങളോടെ, അനുഷ്ഠാനങ്ങളോടുകൂടെ, അല്ലെ, പൂജിച്ച് നിങ്ങൾ കുട്ടികളെ ശ്രീകോവിലെ ഇരുത്തുന്നുണ്ട്. ശ്രീകോവിൽ ഒരു വിഗ്രഹമാക്കി നിങ്ങൾ കുട്ടികളെ ഇരുത്തുന്നുണ്ട്. അപ്പൊ ബാബ ചോദിക്കുന്നത്, അങ്ങനൊരു വിഗ്രഹത്തിന്റെ രൂപത്തിലെ, മൂർത്തിയുടെ രൂപത്തിലെ നിങ്ങൾക്കല്ലേ പൂജ ഭക്തര് തരുന്നുള്ളൂ? ആ ഒരു പൂജ മഹാത്മാക്കൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ധർമ്മപിതാക്കന്മാർക്ക് കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പൂജ എന്ന് പറയുന്നത് നിയമം അനുസരിച്ചിട്ടുള്ള പൂജയാണ്, വിധിപൂർവമുള്ളൊരു പൂജയാണ്. ബാബ പറയണ എന്തൊക്കെയാ അവര് ചെയ്യുന്നത്? ആരതി ഒഴിയുന്നു, അഭിഷേകങ്ങൾ നടത്തുന്നു, പ്രസാദം, അല്ലെ, ഭോഗ് വെക്കുന്നു. അപ്പൊ ബാബ പറയണ ഇതൊക്കെ ആർക്കാ കിട്ടുന്നത്? ആർക്കും ഇല്ലല്ലോ, അല്ലെ? നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലെ ഓരോ സമ്പ്രദായങ്ങൾ എടുത്തു നോക്കും. ഏതൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ എല്ലാ ക്ഷേത്രങ്ങളും നടന്നു പോകുന്നത് ഒരു സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ദൈവീകമായിട്ടുള്ള സമ്പ്രദായം ഒരു ദേവാത്മാവിന് എവിടുന്നാ കിട്ടുന്നത്? സംഗമയുഗത്തിലെ ബാബ നൽകുന്ന ശ്രീമതത്തിന്റെ അടിസ്ഥാനത്തിലെ നമ്മൾ സംഗമയുഗത്തിൽ ഈശ്വരീയ സമ്പ്രദായത്തിൽ ജീവിക്കുന്നു.
ഈശ്വരീയ സമ്പ്രദായത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് ദേവീ ദേവതകൾക്ക് എന്ത് ലഭിക്കുന്നത്? പൂജയും വിധിപൂർവം ലഭിക്കുന്നത്. ബാബ പറയണ നോക്കണം, നിങ്ങളുടെ മഹിമകളാണെങ്കിലും ബാബ പറയണ എന്തെല്ലാം കീർത്തനങ്ങളാ പാടുന്നത് അല്ലെ? അത് ഭജനകളാകാം, കീർത്തനങ്ങളാകാം, മഹിമകളാകാം. ഇതൊന്നും മറ്റാർക്കും ലഭിക്കണില്ല. ദൈവാത്മാക്കൾക്ക് ലഭിക്കുന്ന പൂജ, ദൈവാത്മാക്കൾക്ക് ലഭിക്കുന്ന മഹിമകൾ, ദൈവാത്മാക്കൾക്ക് ലഭിക്കുന്ന കീർത്തനങ്ങൾ, ഇതൊന്നും മറ്റാർക്കും തന്നെ ഒരിക്കലും ലഭിക്കുന്നില്ല. താങ്കൾ പൂർവികരോടൊപ്പം തന്നെ പൂജ്യരു കൂടിയാണ്. അതും കൂടെ ഓർമ്മ വേണം. എന്താണ് ഓർമ്മ വേണ്ടത്? നമ്മൾ പൂർവികനാണ് അല്ലെ? പക്ഷെ ആ പൂർവികരാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എവിടെയും കൂടെ സ്ഥാനമുണ്ട്, ആരാധ്യരാണ്. ഈ ലോകത്തിൽ എല്ലാവരും നമ്മളെ ആരാധിക്കുന്നവരാണ്. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ബാബ പറഞ്ഞ നിങ്ങൾക്കുള്ള പൂജ പോലെ മറ്റാർക്കും തന്നെ ലഭിക്കുന്നില്ല. നമുക്ക് എങ്ങനെയുള്ളൊരു പൂജ കിട്ടുന്നുണ്ടോ? വിഗ്രഹത്തിന്റെ രൂപത്തിലെ, ദേവി ദേവതകളുടെ രൂപത്തിലെ എങ്ങനെയുള്ളൊരു പൂജ ലഭിക്കുന്നുണ്ടോ അത് മറ്റാർക്കും തന്നെ കിട്ടുന്നില്ല. ബാബ് ദാദ ഇങ്ങനെ താങ്കൾ പൂജ്യരാണെന്നും പൂർവികരായിരിക്കുന്ന ആത്മാക്കളെയും കണ്ട് ബാബയ്ക്ക് എന്തൊരു സന്തോഷാണ് അല്ലെ? നമ്മളെ കാണുമ്പോൾ ബാബയ്ക്ക് എന്തുമാത്രം സന്തോഷമാണുള്ളത്. ബാബയുടെ ഹൃദയത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബാബ എന്താത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഗീതം പാടുകയാണ്. ഭഗവാന്റെ ഉള്ളിലെ നമ്മളെ പ്രതി എന്താണ്? വളരെ സുന്ദരമായിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ടാണത്രയും എൻ്റെ മുഴുവൻ വൃക്ഷത്തിലെയും പൂർവികരായിരിക്കുന്ന ആത്മാക്കളും ആരാധ്യരായിരിക്കുന്ന ആത്മാക്കളും സബാഷ്, വാഹ് ബച്ചി വാഹ് എന്ന് ബാബ പറയില്ലേ? ഇപ്പൊ വാഹ് ബച്ചി വാഹ് എന്ന് ബാബ പറയുമ്പോ, അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ സബാഷ് എന്ന് പറയുമ്പോ, ഇന്ന് ബാബ ഒരു സ്വമാനം കൂടെ അതിൽ ചേർക്കുകയാണ്. ആ സ്വമാനമാണ് നിങ്ങളെ കുട്ടികളെ മുഴുവൻ കൽപ്പവൃക്ഷത്തിലും എവിടെയാണ് ഇരിക്കുന്നത്? വേരിലാണ്. വേരില് മാത്രമല്ല നിങ്ങളുടെ സ്ഥാനം, നിങ്ങളാകുന്ന വേരുകൾ തന്നെയാണ് അടുത്ത കൽപ്പത്തിലെ കൽപ്പവൃക്ഷത്തിലെ തായ്തടികളായിട്ട് മാറുന്നത്. ഇന്ന് നോക്കൂ, ബാബ്ദാദ താങ്കൾ എല്ലാ കുട്ടികൾക്കും താങ്കളുടെ ഈ സ്വമാനമാണ് ഉണർത്തി തരുന്നത്. ഏത് സ്വമാനാണ് ഉണർത്തി തരുന്നത് എന്ന് മനസ്സിലായില്ലേ? ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമായിട്ട് മാറും. ഇത് ബാബ കാണാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അത്ര ബാബ കാണാൻ ആഗ്രഹിക്കുന്നത്? ബാബയുടെ കുട്ടികളായിരിക്കുന്ന നമ്മൾ ആരാകണം? സമ്പന്നരാകണം, സമ്പൂർണരായിട്ട് മാറും. ഇത് കാണാൻ ബാബ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഓരോ കുട്ടികളും അവനവന്റെ മീതെ ശ്രദ്ധയുണ്ടായിരിക്കും. എന്താണ് ഇത്ര വേണ്ടത്? നമുക്ക് ഏവർക്കും നമ്മൾ കുട്ടികളുടെ മീതെ ശ്രദ്ധയുണ്ടാകണം. ബാബ്ദാദ നോക്കുകയാണ്, എല്ലാ കുട്ടികളുടെയും പുരുഷാർത്ഥം വളരെ നല്ലതാണ്. എന്താണ് അത്ര? എല്ലാ കുട്ടികളുടെയും പുരുഷാർത്ഥം വളരെ നല്ലതാണ്. എന്നാൽ ഒരു ശബ്ദം നിങ്ങൾ കുട്ടികൾ സദാ എന്നുള്ള ഒരു ശബ്ദം തൻ്റെ പുരുഷാർത്ഥത്തിൽ നിങ്ങൾ കുട്ടികളെ ആഡ് ചെയ്യണം. എന്താണ് വേണ്ടത്? സദാ എന്നുള്ളൊരു ശബ്ദത്തെ നിങ്ങൾ കുട്ടികളെ പുരുഷാർത്ഥത്തിൽ ആഡ് ചെയ്യണം. അറ്റൻഷൻ കൊടുക്കണം അല്ലെ? ഒരിക്കലും നമ്മുടെ പുരുഷാർത്ഥം ഇടയ്ക്കിടയ്ക്ക് ആകാൻ പാടില്ല അല്ലെ? ഇടയ്ക്ക് പുരുഷാർത്ഥം ചെയ്യുന്നു, ഇടയ്ക്ക് പുരുഷാർത്ഥമില്ല. എന്ത് നമ്മൾ കുട്ടികളുടെ കഠിനമായിട്ടുള്ള പ്രയത്നമാണെങ്കിലും ആ കഠിനമായിട്ടുള്ള പ്രയത്നം എങ്ങനെയുള്ളതായിരിക്കണം? നിരന്തരമായിട്ടുള്ള പരിശ്രമം. നമ്മുടെ പരിശ്രമത്തിൽ ഒരിക്കലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ പാടില്ല. പരിശ്രമിക്കാൻ നമ്മൾ ഇറങ്ങിയോ, അല്ലെങ്കിൽ പ്രയത്നിക്കാൻ നമ്മൾ ഇറങ്ങിയോ, നമ്മൾ പറയുന്ന കേട്ടിട്ടില്ല, ഇറങ്ങി തിരിച്ചാൽ പിന്നെ അത് അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പുരുഷാർത്ഥം ചെയ്യുക, ബ്രേക്ക് വരിക, അത് പാടില്ല. ബാബ കുട്ടികളോട് ചോദിക്കാണ്, ബാബ്ദാദ താങ്കൾ എല്ലാ കുട്ടികൾക്കും ശ്രേഷ്ഠമായിട്ടുള്ള സ്വമാനധാരി ആത്മാക്കളുടെ രൂപത്തിലാണ് കാണുന്നത്. അതേപോലെ നിങ്ങളും സ്വയം സ്വമാനധാരിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണോ ബാബ നമ്മളെ സ്വമാനത്തിന്റെ സ്ഥിതിയിൽ കാണുന്നത്, അതേപോലെ നമ്മളും എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ആ സ്വമാനധാരിയായിട്ട് കാണണം. ബാബ്ദാദ എല്ലാ കുട്ടികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതാണ്. അതായത് നമ്മുടെ രാജ്യത്തിലേക്ക് നമുക്ക് പോകണം. സത്യയുഗം വരാറായി അല്ലെ? ഇനി ഏതാനും കുറച്ചു സമയം മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഇപ്പൊ ബാബ പറയുന്നത് നിങ്ങളുടെ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകണം. അതിനു മുമ്പായിട്ട് നമുക്ക് വീട്ടിലേക്കും പോകണം. അതുകൊണ്ട് സദാ നിങ്ങളുടെ ഉള്ളിലെ ഈ പാട്ട് നിങ്ങൾ പാടിക്കൊണ്ടേയിരിക്കണം.
അബ് ഘർ ജാനാ ഹേ. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ഇപ്പൊ നമുക്ക് ഏതിന്റെ സമയമാണ്? മടക്കയാത്രയുടെ സമയമാണ്. പരംധാമത്തിൽ നിന്ന് സൃഷ്ടി നാടകത്തിലേക്ക് വന്നു അല്ലെ? ഈ സൃഷ്ടി നാടകത്തിൽ നമ്മൾ ജനന മരണ ചക്രങ്ങളാകുന്ന യാത്രയിൽ നമ്മൾ ഏർപ്പെട്ടു. ജീവിതവും ലോകവും എപ്പോഴും ഒരു യാത്രയിലാണ്. ഈ ലോകം എന്നും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, ചലനാത്മകമാണ്. പരംധാമത്തിൽ നിന്ന് സൃഷ്ടി നാടകത്തിലേക്ക് നമ്മൾ വന്നതും യാത്ര ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ അനേക ജന്മങ്ങളെടുത്ത അനേക ശരീരങ്ങൾ നമ്മൾ മാറി. അത് നമ്മുടെ ജനന മരണ യാത്രകളാകുന്നു. പക്ഷെ ജനന മരണ യാത്രകൾ ചെയ്ത് അവസാന പടിയിലെത്തുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മടക്കയാത്രയുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു മടക്കയാത്ര നമ്മളെ പഠിപ്പിക്കാനും മടക്കയാത്ര നമ്മളെ ചെയ്യിപ്പിക്കാനും പരംധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും ഒരു ബാബയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതിനാണ് ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി ബാബ്ദാദ ആദ്യമേ തന്നെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ സമയവും നിങ്ങൾ കുട്ടികളും ഏതെങ്കിലും സേവനത്തിലെ ബിസി ആയിട്ടിരിക്കും അല്ലെ? അപ്പോ റിട്ടേൺ ജേണിക്ക് വേണ്ടിയിട്ടും ബാബ ഏതാണ് പറയുന്നത്? കുട്ടികളെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള സേവനത്തിൽ നിങ്ങളെ ബിസിയാക്കി വെക്കും. ബാബ്ദാദ നോക്കുകയാണ് സേവനത്തിന്റെ രുചി, സേവനത്തിനുള്ള ഉത്സാഹം, ഉന്മേഷം, അത് എപ്പോഴും കുട്ടികളിലെ ബാബയ്ക്ക് കാണാൻ സാധിക്കും. സേവനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആരും പുറകിലല്ല അല്ലെ? എല്ലാവർക്കും എന്തുണ്ട്? ഇത്രേ സേവനത്തിനോട് രുചിയുണ്ട്, സേവനത്തിനോട് ഉത്സാഹവും ഉന്മേഷവും എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ബാബ പറഞ്ഞ പ്രത്യേകിച്ച് നോക്കൂ, ബാബ സേവനത്തിന്റെ എന്തെല്ലാം അല്ലെ വിശേഷങ്ങളാണ് ചുറ്റുമുള്ളത്. ബാബ്ദാദ അതെല്ലാം കേൾക്കുന്നുണ്ട് അല്ലെ? എവിടെയൊക്കെ ഏതൊക്കെ പ്രകാരത്തിലുള്ള സേവനങ്ങൾ നടക്കുന്നുണ്ടോ അതിന്റെ വിശേഷങ്ങളെല്ലാം ബാബയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ബാബ്ദാദ പറയാണ്, തീവ്രഗതിയിൽ നിങ്ങൾ കുട്ടികൾ മുന്നോട്ട് പോകണം. ഇപ്പൊ നിങ്ങൾ പോകുന്നുണ്ട്, പക്ഷെ പോകുന്നത് കുറച്ചുകൂടെ വേഗത്തിലായിരിക്കണം. നമ്മൾ ചില ആൾക്കാരോട് പറയില്ലേ, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യും, കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യും. വേഗത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ തീർത്ത് അടുത്ത കാര്യത്തിലേക്ക് പോവാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ അതേപോലെ ബാബയും പറയുന്നത്, സേവ കുട്ടികൾ ചെയ്യുന്നുണ്ട്, ഉത്സാഹവും ഉന്മേഷവും നിങ്ങൾ കുട്ടികൾക്കുണ്ട്. പക്ഷെ എന്താണ്? നിങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്നും, ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരുഷാർത്ഥത്തിൽ നിന്നും കുറച്ചുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ആകണം. അതിനുവേണ്ടി പ്രത്യേകിച്ചും ബാബ പറയുന്നത്, കുട്ടികൾക്ക് വിശേഷപ്പെട്ട അറ്റൻഷൻ ഉണ്ടായിരിക്കണം. ഏതിലാണത്രേ? കേവലം വാചാസേവ മാത്രം പോരാ. സേവ ചെയ്യുമ്പോഴും ഒരേ സമയം 3 പ്രകാരത്തിലുള്ള സേവ നിങ്ങൾ കുട്ടികൾ ചെയ്യണം. സേവ നമ്മൾ ചെയ്യുന്നുണ്ട്, വാചാസേവ. പക്ഷെ എന്തൊരു സേവ ചെയ്യുമ്പോഴും ആ സേവനത്തിലെ 3 പ്രകാരത്തിലുള്ള സേവ നടന്നിരിക്കണം. മനസ്സിലൂടെ സകാശ് കൊടുക്കൂ, വാക്കിലൂടെ ജ്ഞാനം കൊടുക്കൂ, കർമ്മത്തിലൂടെ, അതായത് സംബന്ധ സമ്പർക്കത്തിലൂടെ നിങ്ങളുടെ മുഖത്തിലൂടെ, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അതിൻ്റെ പ്രഭാവം ഉണ്ടാകും. അതിനെയാണ് ബാബ പറയാ ഗുണദാനം എന്ന് പറ. കർമ്മത്തിലൂടെ നമുക്ക് വേണ്ടത് ഗുണദാനമാണ്. അപ്പൊ ഒന്ന് വാക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജ്ഞാനം കൊടുക്കുന്നു. മനസ്സിലൂടെ നമ്മൾ സകാശ് കൊടുക്കുന്നു. മൂന്നാമത്തേത് കർമ്മം. ആരുമായിട്ട് നമ്മൾ ഇടപഴകുന്നു, ആരുടെ സംബന്ധ സമ്പർക്കത്തിലേക്ക് നമ്മൾ കുട്ടികൾ വരികയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ എന്തുണ്ടായിരിക്കണം? ബാബ പറയുന്നത് ഗുണദാനം ചെയ്യണം. ഒരേ സമയം 3 പ്രകാരത്തിലുള്ള സേവ ചെയ്യും. കാരണം താങ്കൾ ആത്മാക്കള് സേവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ബാബ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ? മാറ്റം കൊണ്ടുവരാം. വെറുതെ ജ്ഞാനം മാത്രം പറയുന്നതല്ല വേണ്ടത്. ബാബ പറയുന്നത് കുറച്ച് മാറ്റം കൊണ്ടുവരണം. ഒരേ സമയത്ത് ഈ 3 പ്രകാരത്തിലുള്ള സേവ ചെയ്യാൻ നിങ്ങൾ കുട്ടികളെ കൊണ്ട് സാധിക്കുമോ? ചെയ്യാൻ സാധിക്കൂ? ചെക്ക് ചെയ്യും. ഏത് സമയത്ത് നിങ്ങൾ വാചാസേവ ചെയ്യുന്നു ആ സമയത്ത് മനസ്സിലൂടെ കർമ്മം, അതായത് സംബന്ധ സമ്പർക്കത്തിലൂടെയും സേവ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികള് പരിശോധിക്കണം. ബാബ ചോദിക്കാൻ സാധിക്കൂ അല്ലെ? നിങ്ങളെ കൊണ്ട് അതിനെ പറ്റുന്ന കാര്യമാണോ? ബാബ പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം. ഒരേ സമയത്ത് 3 പ്രകാരത്തിലുള്ള സേവ
ചെയ്യുക. ബാബ പറയണ അങ്ങനെ 3 പ്രകാരത്തിലുള്ള സേവ ആര് ചെയ്യുന്നോ അവരൊന്ന് കൈപൊന്തിക്കുക. എന്താണ് ബാബ പറയുന്നത്? മനസ്സുകൊണ്ടുള്ള സേവ ചെയ്യുക, വാക്കുകൾ കൊണ്ടുള്ള സേവ ചെയ്യുക, കർമ്മത്തിൽ കൊണ്ട് സേവ ചെയ്യുക. അങ്ങനെ ഒരേ സമയം 3 പ്രകാരത്തിലുള്ള സേവയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളവരെ എന്ത് ചെയ്യണം? ബാബയ്ക്ക് മുന്നിലൊന്ന് കൈപൊന്തിക്കണം. ബാബ പറയണ ഇപ്പോൾ അറ്റൻഷൻ പ്ലീസ്. സാധിക്കൂ നിങ്ങൾ കുട്ടികളെ കൊണ്ട്? ഒരിക്കലും ബാബ പറയണത് സേവ ചെയ്യാതിരിക്കാൻ പാടില്ല. സേവ ചെയ്യണം. എന്നാൽ സേവനത്തിനോടൊപ്പം തന്നെ തൻ്റെയും കൂട്ടുകാരുടെയും സന്തുഷ്ടത കൂടി ഉണ്ടാകണം. കാരണം സേവനത്തിന്റെ ഫലമാണ് സന്തുഷ്ടത അഥവാ സന്തോഷം. നമ്മൾ എന്ത് സേവ ചെയ്യുമ്പോഴും ആ സേവനത്തിൽ നമുക്ക് സ്വയം സംതൃപ്തി ഉണ്ടാകും. നമ്മൾ ആരെ കൊണ്ട് ആ സേവ ചെയ്യിപ്പിക്കുന്നുണ്ടോ അവരെയും നമ്മൾ സന്തുഷ്ടരാക്കണം. അഥവാ സ്വയം സന്തോഷിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം നമ്മൾ കൊടുക്കുക. ചെക്ക് ചെയ്യൂ, സേവ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആദ്യമേ കേൾപ്പിച്ചു തന്നു, സേവനത്തിന്റെ സന്തോഷം എപ്പോഴാണ് ഉണ്ടാകുന്നത്? സ്വയം ഒന്ന് നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ എന്താണ്? ബാബ പറഞ്ഞ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർക്ക്, നിങ്ങൾക്ക് ചുറ്റുമുള്ള വൈബ്രേഷൻ എല്ലാറ്റിലും സന്തുഷ്ടതയുടെ വൈബ്രേഷൻ ഉണ്ടാകും. അപ്പൊ എന്താണ് നമ്മൾ നോക്കേണ്ടത്? നമ്മളൊരു സേവ ചെയ്യുന്നു, ആ സേവനത്തിന്റെ റിസൾട്ടായിട്ട് അല്ലെ പ്രത്യക്ഷ ഫലമാണ് സ്വയം സന്തോഷമായിട്ടിരിക്കുക, കൂടെ ഇരിക്കുന്നവർക്കും സന്തോഷം കൊടുക്കുക. അതേപോലെ നിങ്ങൾ എവിടെ ഇരിക്കുന്ന വൈബ്രേഷൻ ഉണ്ടോ ആ വൈബ്രേഷനും എന്തായിരിക്കണം? സന്തുഷ്ടതയുടെ സന്തോഷത്തിന്റെ വൈബ്രേഷൻ ആയിരിക്കണം. സേവനത്തിന്റെ സഫലത 3 കാര്യങ്ങൾ വിശേഷിച്ചും ബാബ കേൾപ്പിച്ചു തന്നു. ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലെ? ബാബ പറയുന്നത് എന്ത് സേവ നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ സേവനത്തിന് സഫലത 3 കാര്യങ്ങളുടെ വിശേഷപ്പെട്ട കാര്യങ്ങളാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യത്തെ നമ്പർ സേവ. എന്ത് സേവ ചെയ്യുമ്പോഴും അതിലെ ആദ്യ നമ്പർ നിമിത്തഭാവം. എന്ത് സേവ ചെയ്യുന്നു എങ്ങനെയായിരിക്കണം? നിമിത്തഭാവം. ഞാൻ നിമിത്തമാണ് ഈ സേവനത്തിൽ. ബാബ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ബാബ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അല്ലെ? ബാബയാണ്, ബാബയുടെ കരങ്ങളാണ് ഞാനേ. ബാബ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിമിത്തഭാവം. രണ്ടാമത്തെ എന്താണ്? നിർമ്മാൺ ഭാവന, വിനയത്തിന്റെ ഭാവന. മൂന്നാമത്തേതാണ് നിർമ്മലമായ വാക്ക് അല്ലെ? ഒന്ന് നിമിത്തഭാവം, രണ്ടാമത്തേത് നിർമ്മാൺ വിനയത്തിന്റെ ഭാവന, മൂന്നാമത്തേത് നിർമ്മലമായ വാക്കുകൾ, ശുദ്ധമായ വാക്കുകൾ. ഭാവം, ഭാവന, സ്വഭാവം അല്ലെ? നമ്മുടെ 3 കാര്യങ്ങളെ കുറിച്ചാണ് ബാബ എക്സ്പ്ലനേഷൻ ചെയ്തത്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഭാവം നിമിത്ത ഭാവമായിരിക്കും. ഭാവനയിൽ എപ്പോഴും തന്നെ വിനയത്തിന്റെ ഭാവന ഉണ്ടാകണം. സ്വഭാവമാണ് ബാബ പറഞ്ഞത് നിർമ്മലമായ സ്വഭാവം ഉണ്ടായിരിക്കണം. ഇത് ഒപ്പം ഉണ്ടാകുമ്പോൾ സ്വയം സന്തുഷ്ടരാകാം, നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾക്ക് സന്തുഷ്ടപ്പെടുത്താം, സേവനത്തിലെ അങ്ങനെയുള്ളവർ മുന്നോട്ട് പോകും അല്ലെ? ഈ 3 കാര്യങ്ങളെ ആരാണോ സേവനത്തിലെ ഒപ്പം കൊണ്ടുപോകുന്നവരെ അവർക്ക് സ്വയം സന്തുഷ്ടത ഉണ്ടാകും, അവര് മറ്റുള്ളവരെയും സന്തുഷ്ടപ്പെടുത്തുന്നതാണ്. അവരെപ്പോഴും എന്ത് ചെയ്യൂത്രേ? മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നിമിത്ത ഭാവമുള്ളവരെ അല്ലെ ബാബയുമായിട്ട് എല്ലാവരെയും സംബന്ധം യോജിപ്പിക്കും. അതായത് ഒരു ആത്മാക്കളെയും തന്നിലേക്ക് കൊണ്ടുവരില്ല. ഏത് ആത്മാക്കളെയാണെങ്കിലും അവരെന്ത് ചെയ്യൂത്ര? ബാബയുടെ സംബന്ധത്തിലേക്ക് യോജിപ്പിക്കും. അഥവാ നിമിത്ത ഭാവമില്ല എങ്കിൽ ബാബ പറയണ ബാബയുടെ സമീപത്തേക്ക് നമുക്ക് വരാൻ കഴിയില്ല. അവിടെയൊക്കെ നമുക്ക് വരുന്നത് എന്താണ്? ഈഗോ അല്ലെ? ഏറ്റവും വലിയ ബ്ലോക്ക് അതാണ്. നമ്മൾ ഈശ്വരനോട് അടുക്കാനുമുള്ള ഒരു ബ്ലോക്ക് അതാണ്. നമ്മൾ ലോകത്തിലെ മനുഷ്യരുമായിട്ട് അടുക്കാനുള്ള ഒരു ബ്ലോക്കും അതാണ്. ഏതാണ്? അത്രേ ഈഗോ ആണ് അല്ലെ? അഹങ്കാരമാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞ നിമിത്ത ഭാവമില്ലെങ്കിൽ ബാബയ്ക്കരിയിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റില്ല. എപ്പോഴും സേവ ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികളെ പരിശോധിക്കണം. ഭാവം, ഭാവന, സ്വഭാവം, ഇത് 3ഉം എൻ്റെ ശരിയാണോ? എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടത്? എൻ്റെ ഭാവം നിമിത്ത ഭാവമാണോ? എൻ്റെ ഭാവനയിലെ അല്ലെ നിർമ്മാൺ ഭാവനയുണ്ടോ? എൻ്റെ സ്വഭാവത്തിലെ നിർമ്മലമായ വാക്കുകളാണോ ഉള്ളത്? നിങ്ങളിത് 3ഉം പരിശോധിക്കണം.
ഇന്ന് ബാബ പ്രത്യേകിച്ച് നോക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ബാബ്ദാദ ഓരോരുത്തരോടും പറയുന്നത് എന്താ? കുട്ടികളെ, നിങ്ങൾ എവിടേക്ക് നിങ്ങൾ സേവനത്തിനായിട്ട് പോകുമ്പോഴും ചെക്ക് ചെയ്യൂ, എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു. സേവ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ഥലത്തായിരിക്കില്ല നമുക്ക് സേവ, അല്ലെ? നമ്മളെ ബാബ എപ്പോഴും പറയില്ലേ, കുട്ടികളെ നിങ്ങൾ ഗംഗകളാണ്, നദികളാണ്. നമ്മളെ തടാകങ്ങളോ കുളങ്ങളോ അല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒഴുകുന്നവരാണ്. ഇപ്പോ നദികൾ എപ്പോഴും എന്താ ചെയ്യുക? എവിടേക്ക് ഒഴുകുകയാണെങ്കിലും ആ നദികള് ഒഴുകുന്ന പ്രദേശങ്ങളുടെ മുഴുവൻ സേവനം ചെയ്യുക, അല്ലെ? വെള്ളം കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ബാബയും പറയുന്നത്, നിങ്ങൾ കുട്ടികളും എന്താണ്, എവിടേക്ക് നിങ്ങൾ സേവനത്തിന് പോകുമ്പോഴും ആരുടെ സേവ നിങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോഴും പരിശോധിക്കൂ, അവരെ നിങ്ങൾക്ക് സന്തുഷ്ടരാക്കാൻ പറ്റുന്നുണ്ട്. അവരെ കൊണ്ട് നിങ്ങളും സന്തുഷ്ടരാണ്, നിങ്ങളെയും കൊണ്ട് അവരും സന്തുഷ്ടരാണ്. കാരണം സേവനത്തിന്റെ സഫലതയാണ് സന്തുഷ്ടതയുടെ ഫലം പ്രാപ്തമാക്കുക, സന്തോഷം പ്രാപ്തമാക്കുക. ഒപ്പം ഒരു കാര്യത്തിന്റെ കൂടെ ബാബ സൂചന നൽകുകയാണ്. ഏതാണ് ആ ഒരു കാര്യം? നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സംഘടനയിലിരിക്കുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും സേവ ചെയ്യുമ്പോഴും പരസ്പരം ആത്മസ്വരൂപത്തെ കാണുക. അതായത് നമ്മൾ എവിടെ പോകുമ്പോഴും ആരെ കാണുമ്പോഴും ഏത് ആത്മാക്കളുമായിട്ട് സമ്പർക്കത്തിലേക്ക് വരുമ്പോഴും ഏത് ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ ഇരിക്കുമ്പോഴും എന്ത് സേവ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബാബ പറയണ എന്താണ്? ആന്തരികമായിട്ടുള്ളൊരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യൂ, ആത്മസ്വരൂപത്തിൽ എല്ലാവരെയും എത്തും. നമ്മളും സ്വയം ആത്മാവാണെന്നുള്ള ബോധത്തിൽ സ്ഥിതിയിലിരിക്കുക, മറ്റുള്ളവരെയും നമ്മൾ ആത്മാക്കളായിട്ട് കാണുക. ബാബ പറയണ അങ്ങനെയുള്ള അഭ്യാസം ചെയ്യൂ. കാരണം എപ്പോഴാണോ നമ്മൾ ആത്മാവാണെന്നുള്ള ബോധത്തിലിരുന്ന് മറ്റുള്ളവരെയും ആത്മാക്കളായി കാണുന്നത്, അപ്പോൾ ഒറിജിനൽ സംസ്കാരത്തെ കാണാൻ പറ്റും. ആത്മാവിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്, ആത്മാവിന്റെ നൈസർഗികമായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ആ ശുദ്ധമായ ആത്മബോധത്തിലിരിക്കുന്നത്, അപ്പൊ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള ആ നൈസർഗികമായിട്ടുള്ള സ്വഭാവം എമർജ് ആകും. അതാണ് ആത്മാവിന്റെ അനാദിയായ ഗുണങ്ങൾ. ഇനി നമ്മൾ മറ്റുള്ളവരെയും ആത്മാക്കളായി കാണുമ്പോൾ ബാബ പറഞ്ഞത് എന്താണ്? അവരുടെ ഉള്ളിലെ ആ നൈസർഗികമായ സ്വഭാവ സംസ്കാരത്തെ എമർജ് ആക്കാൻ പറ്റും, അല്ലെ? അതിനർത്ഥം അതിനെ നമുക്ക് അവർക്ക് ഉണർത്തി കൊടുക്കാൻ പറ്റും. ഇനി ബാബ ചോദിക്കണത്, അഥവാ നിങ്ങൾക്ക് മിക്സ് ആയിരിക്കുന്ന സംസ്കാരമാണോ ഉള്ളത്? പരിശോധിക്കും, അല്ലെ? ഇടയ്ക്ക് വന്ന സംസ്കാരമുണ്ടല്ലോ, അതാണല്ലോ ദ്വാപരയുഗം മുതലുള്ള സംസ്കാരം. അതാണോ നിങ്ങൾക്കുള്ളത്? ഇപ്പൊ നോക്കൂ, ഇതിലാണ് നിങ്ങൾ കുട്ടികളെ പാസ്സാക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായില്ലേ ഏതിലാണ് നമുക്ക് പാസ്സാക്കേണ്ടത്? ബാബ പറയണത് ആത്മസ്വരൂപത്തിൽ എല്ലാവരെയും കാണണം, ഒറിജിനൽ സംസ്കാരത്തിന്റെ രൂപത്തിൽ എല്ലാവരെയും കാണണം. ഒരിക്കലും പരസ്പരം മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ആരുടെയും ഇടയിലുള്ള സംസ്കാരത്തെ കാണണ്ട. ഇടയിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് ദ്വാപരയുഗത്തിലെ സംസ്കാരം, ഇടയിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് കലിയുഗത്തിലെ സംസ്കാരമാണ്. അത് നിങ്ങൾ ആരുടെയും കാണണ്ട. ബാബ പറയുന്ന ആത്മരൂപത്തിൽ കാണണം. ഒപ്പം വർത്തമാന സമയത്തെ സംസ്കാരവും നമ്മുടെ മുന്നിലേക്ക് വരണം. അതേതാകുന്നു? സംഗമയുഗത്തിലെ ബ്രാഹ്മണ സംസ്കാരമാണ്. പരസ്പരം സമ്പൂർണ്ണ സ്ഥിതി ഉണ്ടാകും. എന്താണ് വേണ്ടത്രേ? സമ്പൂർണ്ണ സ്ഥിതി ഉണ്ടാകണം. ബാബ പറയുന്നത് കുട്ടികളെയും ഒറിജിനൽ സംസ്കാരത്തിലെ ആത്മാവിനെ നോക്കിക്കൊണ്ടേയിരിക്കും. ആരെ കാണുമ്പോഴും എന്താ ചെയ്യേണ്ടത്? ആ ഒറിജിനൽ സംസ്കാരത്തെ കണ്ടുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ സംഘടനയിലെ പോലും തടസ്സങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ? ഈ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണത്രേ? ഒറിജിനൽ സംസ്കാരത്തെ കാണാത്തതുകൊണ്ടാണ്. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ബ്രാഹ്മണരുടെ സംഘടനയുണ്ടല്ലോ. ആ ബ്രാഹ്മണരുടെ സംഘടനയിൽ പോലും വിഘ്നങ്ങളും തടസ്സങ്ങളും, അല്ലെ, തടകൾ ഉണ്ടാകാനുള്ള കാരണം ബാബ പറയണത് ഈ ഇടയ്ക്കുള്ളൊരു സംസ്കാരത്തെ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. അതിനെ അവസാനിപ്പിക്കും. ബ്രാഹ്മണ പരിവാരം ശ്രേഷ്ഠമായ പരിവാരമാണ്. ഈ പരിവാരത്തിന് ഒരുപാട് മഹിമകളാണുള്ളത്. ഈ ഈശ്വരീയ പരിവാരം വീണ്ടും വീണ്ടും നമുക്ക് കിട്ടില്ല. കിട്ടുമായിരിക്കും, അല്ലെ? ഈ ബ്രാഹ്മണ പരിവാരം, ഈ ഈശ്വരീയ പരിവാരം വീണ്ടും വീണ്ടും കിട്ടില്ല. കൽപ്പത്തിൽ ഒരേയൊരു പ്രാവശ്യം മാത്രമേ നമുക്ക് ഈ ഈശ്വരീയ പരിവാരത്തെ ലഭിക്കുന്നുള്ളൂ.
ഇത് എത്ര വലിയൊരു പരിവാരമാണ് അല്ലെ? ഈശ്വരീയ പരിവാരം എത്ര വലിയ പരിവാരമാണ്. മുഴുവൻ കൽപ്പത്തിലും ഒരിക്കലും ഇത് ലഭിക്കുന്നില്ല. പരിവാരത്തിന്റെ വിശേഷത നിങ്ങൾ കുട്ടികൾ അറിയണം. ഈ പരിവാരത്തിന്റെ ഒപ്പം നിങ്ങൾ കുട്ടികളെ നടക്കണം. ഇതൊരു മഹത്തായ വിഷയമാണ്. പരിവാരത്തിലുള്ളവരിൽ നിന്ന് അകലുകയല്ല, പരിവാരത്തിൽ നിന്ന് ആരെയും അകറ്റാനും നമ്മൾ പാടില്ല. എന്താ വേണ്ടത്? അത്രേ, ഒന്ന് ഈ പരിവാരത്തിന്റെ വിശേഷത അറിയുക, എന്നിട്ട് ഈ പരിവാരത്തിനൊപ്പം ജീവിക്കുക. ഇത് വളരെ വലിയൊരു വിഷയം തന്നെയാണ്, മഹത്തായ വിഷയമാണ്. ആദ്യമേ കേൾപ്പിച്ചു തന്നു, ഈ ജ്ഞാനത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നിശ്ചയമാണ്. നിശ്ചയം 4 കാര്യത്തിലാണ് ഉള്ളത്. എന്താണത്രേ? ഈ ജ്ഞാനത്തിലാണെങ്കിലും ബാബ പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് എന്തുണ്ട്? തീർച്ചയായിട്ടും അല്ലെ, ബാബ പറയുന്ന ഫൗണ്ടേഷൻ ഉണ്ട്, അടിത്തറയുണ്ട്. ആ അടിത്തറ ഇതാണ്. ഒന്ന് ബാബ പറയുന്നത് 4 പ്രകാരത്തിലുള്ള നിശ്ചയമാണ്. ബാബ്ദാദ നമുക്ക് 2 പേരും കൂടെയുണ്ട് അല്ലെ. ബാബ പറയുന്ന നോളേജിൽ നമുക്ക് നിശ്ചയം ഉണ്ടാകണം, ഡ്രാമയിൽ നമുക്ക് നിശ്ചയം ഉണ്ടാകണം, പരിവാരത്തിൽ നമുക്ക് നിശ്ചയം ഉണ്ടാകണം. നിശ്ചയ ബുദ്ധിയുള്ള കുട്ടികളാണ് സഹജ പുരുഷാർത്ഥികളായിട്ട് മാറുന്നത് അല്ലെ. നോക്കണം, 4 കാര്യത്തിൽ നമുക്ക് നിശ്ചയം വേണം. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു ബാബ. ദാദ, നോളേജ്, ഡ്രാമ, പരിവാരം. ഇതിലെല്ലാറ്റിലും നിശ്ചയം വേണം. ഈ നിശ്ചയ ബുദ്ധിയുള്ള കുട്ടികള് പുരുഷാർത്ഥത്തിൽ എന്താകൂത്രേ? സഹജമായ പുരുഷാർത്ഥത്തിൽ അവർ മുഴുക്കും. എങ്ങനെയാണോ ബാബ്ദാദയിൽ നിശ്ചയമുള്ളത്, അതേപോലെ പരിവാരത്തിൽ നമുക്ക് നിശ്ചയം ആവശ്യം തന്നെയാണ്. നോക്കൂ, ഏത് കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം? ആദ്യം നോക്കേണ്ടത് ഈ 4 കാര്യത്തിൽ എനിക്ക് നിശ്ചയമുണ്ടോ എന്നാണ്. ബാബ പറയണത് ഇപ്പൊ ഏതുപോലെയാണോ നമ്മൾ കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അല്ലെ, സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് പാക്കിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 4 ഭാഗത്തും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം അല്ലെ. എന്തിനാണ്? ഏതെങ്കിലും ഒരു ഭാഗം ടൈറ്റ് അല്ലെങ്കിൽ ലൂസ് ആണെങ്കിൽ അതിൽ കൂടെ എല്ലാം പോകും. അതിപ്പോ ഒരു തൂണാണെങ്കിലും ശരി, അതൊരു ചെയറാണെങ്കിലും ശരി, അതൊരു കട്ടിലാണെങ്കിലും ശരി, മേശയാണെങ്കിലും ശരി, 4 കാലുണ്ടായിരിക്കും. 4 കാലിലാണ് എല്ലാം നിൽക്കുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു കാല ആടുന്നതാണെങ്കിൽ എന്താ സംഭവിക്കുക? എപ്പോ വേണമെങ്കിലും മറിഞ്ഞു വീഴും. അതേപോലെ ബ്രാഹ്മണ ജീവിതത്തിൽ നമുക്ക് ഈ 4 കാര്യങ്ങളിലാണ് നമുക്ക് നിശ്ചയം വേണ്ടത്. അതേപോലെ ബാബയിലും നോളേജിലും, വിശേഷിച്ചും ഡ്രാമയിലും പരിവാരത്തിലും, ഈ 4 കാര്യത്തിൽ നിങ്ങൾ കുട്ടികൾ സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും 4 കാര്യത്തിൽ പോട്ടെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലും നിങ്ങൾ സ്ട്രോങ് അല്ലെങ്കിൽ വിഘ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിഘ്നങ്ങളെ മറികടക്കുന്നതിന് അറ്റൻഷൻ കൊടുക്കണം. അതുകൊണ്ട് പരിവാരത്തെ നമ്മൾ തിരിച്ചറിയണം, പരിവാരത്തിനോട് നമുക്ക് സ്നേഹമുണ്ടാകണം, പരസ്പരം മനസ്സിലാക്കണം. ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ ലൗകിക ലോകത്തിൽ തന്നെ പറയില്ലേ, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ എന്തൊക്കെയാ വേണ്ടത്? ഒന്ന്, കുടുംബത്തിനോട് എപ്പോഴും നമുക്ക് സ്നേഹമുണ്ടാകും. പിന്നെ ആ കുടുംബത്തിൽ എപ്പോഴും പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ നല്ലതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ മനസ്സിലാക്കി ജീവിക്കാനായിട്ട് അറിയാം. അപ്പോഴാണ് ആ കുടുംബത്തിന്റെ ഭദ്രത അല്ലെ. ഒന്ന് കുടുംബത്തിലെ സ്നേഹമാണ്, രണ്ടാമത്തേത് ആ കുടുംബത്തിലെ പരസ്പരം ധാരണയോടുകൂടിയുള്ള മനസ്സിലാക്കലാണ്. അപ്പൊ ബാബ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങളെ പൂർവികരാണ്, പൂജ്യരാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും കൊണ്ടുവരണം അല്ലെ. നിങ്ങൾ പൂർവികരുമാണ്, പൂജ്യരുമാണ്. അതുകൊണ്ട് ഈ ധാരണ നിങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടാകണം. ബാബ പറഞ്ഞ ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ആരാണോ ഉള്ളത് അവരെയും ഈ കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആക്കണം. ബാബ പറഞ്ഞ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും നമ്പർ വൈസ് ആണ്, എല്ലാവരും ഒരിക്കലും ഒരുപോലെയല്ല. എന്നാൽ ബ്രാഹ്മണ പരിവാരത്തില് വിശേഷപ്പെട്ടൊരു കാര്യമുണ്ട്, ആശീർവാദം കൊടുക്കുക, ആശീർവാദം എടുക്കുക. എന്താണ് ഇത്ര വേണ്ടത്? വിശേഷിച്ചും ബ്രാഹ്മണ പരിവാരത്തിലെ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, ആശീർവാദം കൊടുക്കുന്നു, ആശീർവാദം എടുക്കുന്നു. ചില കുട്ടികൾ പറയാറുണ്ട്, മറ്റുള്ളവർ എന്നോട് ദേഷ്യപ്പെടുന്നു, അപ്പോ എങ്ങനെയായിരിക്കും അവർക്ക് ആശീർവാദം കൊടുക്കാൻ പറ്റൂ അല്ലെ? എല്ലായ്പ്പോഴും എന്നോട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയോട് എനിക്ക് എങ്ങനെയാണ് ആശീർവാദം കൊടുക്കാൻ പറ്റുക? ഇതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണത്. പക്ഷെ ബാബ പറയണത്, നിങ്ങള് ആശീർവാദം
ആശീർവാദം നിങ്ങൾ കുട്ടികൾ കൊടുത്തോ ഇല്ലയോ, ഒരിക്കലും ദേഷ്യപ്പെടാനായിട്ട് പാടില്ല, അല്ലെ? ദേഷ്യവും ഉണ്ടാകരുത്. ബാബ്ദാദ പറയുകയാണ്, നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ ബാബ പറയണത് ഒരിക്കലും എന്ത് വരില്ല, ദുർഗന്ധം വരില്ല, അല്ലെ? ചീത്തയായ വസ്തുക്കളിൽ നിന്ന് മാത്രമേ ദുർഗന്ധങ്ങൾ വരാറുള്ളൂ. ബാബ പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആശീർവാദമായിരിക്കും, പക്ഷെ അവര് നിങ്ങൾക്ക് ചിലപ്പോൾ ആശീർവാദമൊന്നും തരുന്നുണ്ടാവില്ല. എന്നാൽ ബാബ പറയുന്ന കുട്ടികളെ, അവര് നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ എന്തിനാ എടുക്കുന്നത്, അല്ലെ? നിങ്ങൾ അവർക്ക് ആശീർവാദം കൊടുക്കുക. ഇനി അവരിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടിയിട്ടില്ലെങ്കിലും ബാബ പറയുന്ന, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെന്ത് നെഗറ്റീവ് തരികയാണെങ്കിലും അത് വാങ്ങിക്കരുത്. നിങ്ങൾ ഓരോ ആത്മാക്കളെയും ഒറിജിനൽ സംസ്കാരത്തിൽ കാണും. അപ്പൊ നമുക്ക് അവരോട് ദയ തോന്നും, അല്ലെ? അവര് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരെന്നെ ശപിക്കുന്നു, അവരെന്നെ നെഗറ്റീവ് പറയുന്നു എന്നൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബാബ പറഞ്ഞ അവരുടെ ഒറിജിനാലിറ്റി നിങ്ങൾ കാണാതിരിക്കുമ്പോഴാണ്. നിങ്ങൾ അവരുടെ ഒറിജിനാലിറ്റി കാണും, സ്വയം സേഫ് ആയിരിക്കും. ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ദുർഗന്ധം നിങ്ങൾ എടുക്കാനേ പാടില്ല. ബാബ പറയണത്, എടുക്കേണ്ട ആള് നമ്മളല്ലേ. നമുക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കാനും പാടില്ല, നിങ്ങൾ എടുക്കാനും പാടില്ല. ബാബ്ദാദ ഇന്ന് എല്ലാ കുട്ടികൾക്കും ഒരു ഹോംവർക്ക് നൽകാണ്. ഏതൊരു ആത്മാക്കളെ കാണുമ്പോഴും ആത്മസ്വരൂപത്തിൽ കാണും. അവരുടെ വർത്തമാന സമയത്തെ സംസ്കാരത്തെ കാണരുത്. അവരുടെ ഇപ്പോഴത്തെ ലെവല് നിങ്ങൾ കാണണ്ട. പക്ഷെ ഏതൊരു ആത്മാക്കൾക്കും ഒരു സുപ്രീം ആയിരിക്കുന്ന, ഒരു ഹയസ്റ്റ് ആയിരിക്കുന്ന ഒരു ലെവൽ ഉണ്ടായിരുന്നു. ആ ലെവല് വെച്ചിട്ട് വേണം നമ്മൾ അവരെ കാണാനായിട്ട്. ബാബ പറയണത്, ആത്മാവിന്റെ ഒറിജിനൽ സംസ്കാരം എന്താണ്, ആത്മാവിന്റെ നൈസർഗികമായിട്ടുള്ള സംസ്കാരം എന്താണ്, ആ സ്വരൂപത്തിലെ, ആ ദൃഷ്ടിയിലെ, ആ സംബന്ധത്തിലേക്ക് അവരെ നിങ്ങൾ കാണണം. അതായത് ആത്മാവിന്റെ ഒറിജിനാലിറ്റി എന്താണ്, ഈ ഒറിജിനൽ സംസ്കാരത്തെ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ദൃഷ്ടി, നമ്മുടെ സംബന്ധം, നമ്മുടെ വർത്തമാനം, അല്ലെ, എല്ലാം ആ ഒരു ദൃഷ്ടികോണായിരിക്കണം. അല്ല എങ്കിൽ വിഘ്നങ്ങൾ ഉണ്ടാകും. ഇതൊന്നും അല്ല എങ്കിൽ വിഘ്നങ്ങളിൽ പെട്ടുപോകും. ഇപ്പൊ ബാബ പറയണത്, അഥവാ വിഘ്നങ്ങൾ വരുന്നു എങ്കിൽ അതിന് കാരണം എന്ത് തന്നെയാണെന്ന് കുട്ടികളെ മനസ്സിലാക്കണം, അല്ലെ? അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും. അതുകൊണ്ട് ബാബ പറയുന്നു, കുട്ടികളെ, എല്ലാ ആത്മാക്കളെ പ്രതി നിങ്ങൾക്ക് ശുഭഭാവന, അതാണ് വേണ്ടത്. ബാബ പറയണ എന്ത് കാര്യമാണ് ബാബ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ബാബ നേരത്തെ പറഞ്ഞു, സദാ ബ്രാഹ്മണ പരിവാരത്തിലെ ഓരോരുത്തരുടെയും കടമയുണ്ട്. എന്താണ് ഇത്രേ കടമ? ശുഭഭാവന, ശുഭകാമന കൊടുക്കുക, ശുഭഭാവന എടുക്കുകയും വേണം. എല്ലാ ആത്മാക്കൾക്ക് ശുഭഭാവന കൊടുക്കുന്നു, എല്ലാ ആത്മാക്കളിൽ നിന്ന് ശുഭഭാവന എടുക്കുകയും ചെയ്യും. ആ സംസ്കാരത്തിൽ നിങ്ങൾ നോക്കണം. ബാബ ഓരോരുത്തരോടും പറയുകയാണ്, ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാബ പറയുന്ന, ഒരിക്കലും നിങ്ങൾ പരദർശനത്തിലേക്കോ പരചിന്തനത്തിലേക്കോ പരമത്തിലേക്കോ ആകർഷിതരാകാൻ പാടില്ല. എന്താണത്രേ? ബാബ ഒരു കാര്യത്തിലെ കുറിച്ച് ബാബ അണ്ടർലൈൻ ചെയ്തിട്ട് പറഞ്ഞു തരികയാണ്. എവിടെ നിങ്ങൾ കുട്ടികൾ പോവുകയാണെങ്കിലും, ഏത് സംഘടനയിൽ നിങ്ങൾ കുട്ടികൾ ഇരിക്കുകയാണെങ്കിലും ഒരിക്കലും പരദർശനം പാടില്ല, പരചിന്തനം പാടില്ല, പരമത്ത് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് പോകുന്നുണ്ട്. ഈ 3 കാര്യങ്ങളെയും കട്ട് ചെയ്യും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളെയും കട്ട് ചെയ്യും. ബാബ പറയണ ഒന്ന് മാത്രം നിങ്ങൾ വെക്കൂ, ഓരോരുത്തരെ പ്രതി പരോപകാരം. പരചിന്തനമല്ല, പരദർശനമല്ല, പരമത്തല്ല. ഇത് 3 കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് ഒരു കാര്യം വെക്കൂ, പരോപകാരം. എല്ലാവരെയും പ്രതിയും പരോപകാരികളായിട്ട് മാറും. ബ്രാഹ്മണരുടെ സ്വഭാവം തന്നെ പരോപകാരമാണ്, പരദർശനമല്ല. അതിനാൽ പരദർശനം എന്നുള്ളതിന് കട്ട് ചെയ്യണം. ഈ 3 വളരെയധികം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും. മറ്റുള്ളവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെ? മറ്റുള്ളവരെ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഇത് നമുക്ക് ബാബ പറഞ്ഞ നഷ്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സ്വമാനത്തിൽ നിങ്ങൾ കുട്ടികളിരിക്കണം. ബ്രാഹ്മണ ആത്മാക്കളുടെ സ്വമാനമാണ് പരോപകാരി. എന്താണ് അത്ര ബ്രാഹ്മണ ആത്മാക്കളുടെ സ്വമാനം? പരോപകാരി.
രണ്ടാമത്, ഈ സീസണിൽ ബാബ്ദാദ ഓരോ കുട്ടികളുടെയും ഈ പരിവർത്തനം കാണാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെ, ഈ സീസണിൽ ബാബ ഒരു കാര്യം കൂടെ പരിവർത്തനം ബാബ ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധിക്കൂ? ബാബ്ദാദ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. ഓരോരുത്തർക്കും ബാബ അറ്റൻഷൻ കൊടുപ്പിക്കുകയാണ്. അല്ലെ, കുട്ടികളെ അറ്റൻഷനോടുകൂടി ഇരിക്കൂ എന്ന് പറയാം. എന്താണ് ചെയ്യേണ്ടത്? ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ബാബ്ദാദയോട് ഗുഡ് നൈറ്റ് പറയുന്നതിന് മുമ്പായിട്ട് മുഴുവൻ ദിവസത്തിന്റെ കണക്ക് ബാബയ്ക്ക് കൊടുക്കണം. എന്താണ് വേണ്ടത്? കണക്ക് പരിശോധിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കുമുള്ള പുണ്യത്തിന്റെ ആകാം, പാപത്തിൻ്റെതാകാം, പുരുഷാർത്ഥത്തിന്റെ നഷ്ടലാഭങ്ങളെ കുറിച്ചാകാം, ബാബ തരുന്ന ഖജനാവുകളെ കുറിച്ച്, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ പുരുഷാർത്ഥി ജീവിതത്തിന്റെ കണക്കൊന്ന് ബാബയ്ക്ക് കൊടുക്കണം. ബാബ പറഞ്ഞു, നല്ലത് ചെയ്തു, ചീത്ത ചെയ്തു, എന്ത് ചെയ്താലും അത് ബാബയ്ക്ക് സമർപ്പിക്കും. ബാബയ്ക്ക് അത് നിങ്ങൾ കുട്ടികൾ കൊടുക്കും. എന്നിട്ട് തൻ്റെ ബുദ്ധിയെ കാലിയാക്കി ഗുഡ് നൈറ്റ് പറയണം. എന്താണ് വേണ്ടത്? തൻ്റെ ബുദ്ധിയെ കാലിയാക്കി ബാബയോട് ഗുഡ് നൈറ്റ് പറയണം. ബാബയുടെ ഓർമ്മയിൽ നിങ്ങൾ കുട്ടികൾ ഉറങ്ങും. എങ്ങനെയാണ് ഇത്ര ഉറങ്ങേണ്ടത്? ബാബയുടെ ഓർമ്മയിൽ നിങ്ങൾ കുട്ടികൾ ഉറങ്ങണം. ബാബ പറയണ, എന്നാൽ നിങ്ങളുടെ ഉറക്കം പോലും വളരെ നല്ലതായിരിക്കും. ബാബ പറയണത്, ആദ്യം നിങ്ങൾ നിങ്ങളെ കാലിയാക്കണം. അല്ലെ, കുറേ ബുദ്ധിക്കുള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ, മനസ്സിൻ്റെ ഉള്ളിൽ കുറേ ഭാരങ്ങൾ നിറച്ചു വെച്ചിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഉറക്കം വരില്ല. നമ്മുടെ ഉറക്കം ഒരിക്കലും ശരിയാകില്ല. അതുകൊണ്ട് ബാബ പറയണത്, ഉറങ്ങണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനെ കാലിയാക്കൂ, ബുദ്ധിനെ കാലിയാക്കൂ. ബാബ പറയണ, ബുദ്ധിയിൽ ഒരു കാര്യം വെക്കാൻ പാടില്ല. ബാബയെ അച്ഛൻ്റെ രൂപത്തിൽ കണക്കാക്കി നിങ്ങൾ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കണക്കിനെ സത്യമായ ഹൃദയത്തോടു കൂടെ നിങ്ങൾ കൊടുക്കണം. എങ്കിൽ ധർമ്മരാജപുരിയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ആ വാതിൽ നിങ്ങളുടെ മുന്നിൽ എന്നും അടങ്ങിയിരിക്കും. ഏത് വാതില്? ധർമ്മരാജപുരിയുടെ വാതിൽ എന്നും അടങ്ങിയിരിക്കും. അപ്പൊ ബാബ പറയുന്ന, സത്യമായ ഹൃദയത്തോടെ നിങ്ങള് ബാബയ്ക്ക് എന്ത് കൊടുക്കുക? അല്ലെ, എല്ലാം ബാബയുടെ മുന്നിലെ സമർപ്പിക്കണം. കാരണം സച്ചി ദിൽ പർ സാഹബ് രാസി, സത്യമായ ഹൃദയത്തിലാണ് ഭഗവാൻ പ്രഭു പ്രീതനാകുന്നത്. ഹോംവർക്ക് കിട്ടിയില്ലേ? ബാബ എല്ലാവർക്കും എന്ത് തന്നു? ഇപ്പോ ഹോംവർക്ക് തന്നു. ഹോംവർക്ക് കിട്ടിയില്ലേ? ഒന്ന്, താങ്കൾ പൂർവികനാണ്, പൂജ്യനാണെന്നുള്ള സ്വരൂപത്തിൽ സേവ ചെയ്ത് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എപ്പോഴും ഇത് ഓർമ്മയിൽ ഉണ്ടാകും. ബാബ്ദാദ നോക്കുകയാണ്. ഇപ്പൊ ജാനകി ദാദിയെ കുറിച്ച് ഇടയിൽ ബാബ പറയാണ്, ജാനകി ദാദിയുടെ പിന്നെ കുറച്ച് ഹെൽത്ത് മോശമായിട്ടുണ്ടായിരുന്നു. കറാച്ചിയിലെ സേവനത്തിനെല്ലാം പോയി, വിശേഷിച്ചും സകാശ് കൊടുത്തു. നിമിത്ത ആത്മാക്കള് പ്രാക്ടിക്കലായിട്ട് അതും കണ്ടതാണ്. അവിടെയുള്ള ആത്മാക്കൾക്കും സകാശ് ലഭിച്ചു. ഉത്സാഹത്തോടെ ഉന്മേഷത്തോടുകൂടെ അവരുടെയും സേവനം ചെയ്തു. അപ്പൊ ബാബ്ദാദ പറയുന്നു, പ്രാക്ടിക്കലായിട്ട് എക്സാമ്പിളായിട്ട് കാണുകയും ചെയ്തു. ബാബ പറയുന്നത്, ദുഃഖികളായിരിക്കുന്നവർക്ക്, കരയുന്നവർക്ക് സന്തോഷത്തിന്റെ അലകൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. താങ്കളുടെ ഭക്തര് നോക്കൂ, താങ്കളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാ വിളിക്കുന്നത്? ഞങ്ങളുടെ ദേവി, ഞങ്ങളുടെ ദേവത, ഞങ്ങളോട് എപ്പോ വന്നിട്ടാണ് ദയ കാണിക്കുന്നത്, കരുണ കാണിക്കുന്നത്? അപ്പൊ ബാബ ചോദിക്കണം, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? അല്ലെ, ഭക്തര് നിങ്ങൾ ഇത്രയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവരുടെ വിളി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാനേ കഴിയുന്നില്ലേ? ബാബ പറയണ, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടദേവി ദേവന്മാരെ വിളിച്ചുകൊണ്ടിരിക്കാൻ. താങ്കൾ അറിയുന്നില്ലേ നമ്മുടെ ഭക്തർ ആരൊക്കെയാണ്? അല്ലെ, എന്നാൽ ഭക്തർക്കറിയാം. നമ്മളാകുന്ന ദേവി ദേവതകളെ അവർക്ക് നന്നായിട്ടറിയാം. അവരെ വിളിക്കാൻ. താങ്കൾ ഓരോ ബ്രാഹ്മണ ആത്മാക്കളും ഒരു കാലത്ത് ഭക്തരായിരുന്നു. അല്ലെ, ഭക്തിന്നാണല്ലോ നമ്മൾ ജ്ഞാനമാർഗത്തിലേക്ക് വന്നത്. അപ്പൊ ബാബ പറയണ, അവർക്ക് ഇപ്പൊ നിങ്ങൾ കുട്ടികൾ സകാശ് കൊടുക്കുക. സകാശ് കൊടുക്കാനുള്ള പാർട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ബാബ പറയാണ് കുട്ടികളോട്, ഇപ്പോൾ മനസ്സാ സേവനത്തെ വർദ്ധിപ്പിക്കൂ. ഏത് സേവനത്തെ ബാബ വർദ്ധിപ്പിക്കാൻ പറയാണ്? മനസ്സാ സേവനത്തെ വർദ്ധിപ്പിക്കൂ. ബാബ പറയണ, ഇതിൽ നിങ്ങൾ ബിസി ആയിരുന്നാൽ ബാബ പറയണത് വിഘ്നങ്ങളെ വരില്ല. എത്ര ബിസി ആയിരിക്കുന്നു അത്രയും വിഘ്നങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
മനസ്സാ സേവ ചെയ്യാൻ അറിയില്ലേ? നിയമപൂർവം നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുള്ളൂ? ഇപ്പോൾ ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയാൻ പാടില്ല, റെഗുലർ ആയിട്ട് നിങ്ങൾ കുട്ടികൾ ചെയ്യണം. ബാബ പറയുന്ന പ്രത്യേകിച്ചും നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം, നിങ്ങളുടെ അവസ്ഥയെ സ്ട്രോങ് ആക്കി മാറ്റും. ബാബ്ദാദ ആഗ്രഹിക്കുകയാണ് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയെ സ്ട്രോങ് ആക്കാൻ പറ്റുമോ, നിങ്ങളുടെ വാക്കുകള്, നിങ്ങളുടെ സംബന്ധ സമ്പർക്കം, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം, അല്ലെ? ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ബാബ്ദാദ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യുക തന്നെ വേണം, ഇപ്പൊ ചെയ്യണം, എപ്പോൾ എന്നല്ല. ബാബ്ദാദ ഇടയ്ക്കിടയ്ക്ക് ഈ ഗീതം വളരെയധികം കേൾക്കുന്നുണ്ട്. ഏത് ഗീതമാണത്രേ? വളരെ നല്ല നല്ല കുട്ടികൾ പോലും പറയുകയാണ്, ബാബ ഇടയ്ക്കൊന്നും പറ്റണില്ല, ഇടയ്ക്കൊന്നും സാധിക്കണില്ല. ബാബ പറയുന്ന, കുട്ടികളെ നിങ്ങൾ ഏത് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നവരായിരിക്കും. തുരന്ത് ദാൻ മഹാപുണ്യം എന്നല്ലേ കേട്ടിരിക്കുന്നു, അല്ലെ? ആലോചിക്കാതെ നമ്മൾ ദാനം ചെയ്യണം, അതാണ് മഹത്തായ പുണ്യം. മനസ്സിലായോ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്? അച്ഛാ, ബാബ്ദാദ തൻ്റെ ചുറ്റുപാടുമുള്ള കുട്ടികളെ കണ്ട് വളരെ സന്തോഷിക്കുകയാണ്. ബാബ്ദാദയ്ക്ക് കുട്ടികളില്ലാതെ ബാബയ്ക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ബാബ കുട്ടികളെ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കാൻ, തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികളെ, മധുരമായ കുട്ടികളെ, സ്നേഹികളായ കുട്ടികളെ ഇപ്പൊ തയ്യാറാകും. അതാണ് ബാബ പറയുന്നത്. ബാബയ്ക്ക് ചുറ്റുമുള്ള ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുന്ന, ബാബയുടെ സന്മുഖത്തിരിക്കുന്ന കുട്ടികളാണ് നമ്മൾ. നിങ്ങൾ എവിടെയാണെങ്കിലും എല്ലായ്പ്പോഴും ബാബയെ ഓർമ്മിക്കുന്നവരാണ്. ബാബയും ആരെയാണ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? ബാബയ്ക്ക് ചുറ്റുമുള്ള കുട്ടികളെ ബാബ ഓർമ്മിക്കാൻ. ബാബയ്ക്കും കുട്ടികളെ പ്രതി ആശ വെച്ചിരിക്കുകയാണ്, എൻ്റെ ഓരോ കുട്ടികളും ബാബയ്ക്ക് സമാനമായി മാറുക തന്നെ വേണം. ബാബയുടെ ഈ ആശകളെ പൂർത്തീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും, നമ്പർ വൈസായി. ബാബ പറയുന്നത്, എന്നാലും നമ്പർ അനുസരിച്ച് നിങ്ങൾ കുട്ടികൾ സമ്പന്നരായി മാറുക തന്നെ ചെയ്യും. ഓരോരുത്തരുടെയും പുരുഷാർത്ഥത്തെ ബാബ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാബയ്ക്ക് വളരെ സന്തോഷം, അല്ലെ? കുട്ടികളുടെ പുരുഷാർത്ഥത്തെ കാണുമ്പോൾ ബാബയ്ക്ക് വളരെ സന്തോഷമാണ്, വളരെയധികം സ്നേഹവുമാണ്. അതുകൊണ്ട് ബാബ പറയണത്, നിങ്ങൾ ബാബയോടുള്ള സ്നേഹത്തിൽ മുഴുകിയിരിക്കുമ്പോൾ, മഗ്നമായിരിക്കുമ്പോൾ പരിശ്രമത്തിൽ നിന്ന് നിങ്ങൾ കുട്ടികൾ മുക്തരാകും. എങ്ങനെയാണ് ഇത്രയും മുക്തരാകുന്നത്? പരിശ്രമത്തിൽ നിന്ന് മുക്തരാകും. അപ്പൊ സ്നേഹത്തിന്റെ കാര്യത്തില് കുട്ടികളെല്ലാവരും ബാബയിൽ മുഴുകിയിരിക്കുന്നവരാണ്. ബാബ പറയുന്ന സ്നേഹത്തിലെ നിങ്ങളെല്ലാവരും ഭൂരിപക്ഷം പേരും ജയിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആരും തന്നെ ബാബയെ മറക്കണില്ല, അല്ലേ? അതുകൊണ്ട് ബാബ പറയുന്നത്, 4 വശത്തുമുള്ള കുട്ടികൾക്ക് ബാബ്ദാദയുടെ കോടി മടങ്ങ് സ്നേഹവും ഓർമ്മയും നമസ്കാരം. ബാബ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ബാബയുടെ വാത്സല്യ നിധികളാണ്. ബാബയുടെ അധികാരികളായിരിക്കുന്ന കുട്ടികൾക്ക് ലക്ഷം കോടി മടങ്ങ് ബാബ അഭിനന്ദനങ്ങൾ തന്നുകൊണ്ടിരിക്കാൻ. പറക്കണം കുട്ടികൾ, മറ്റുള്ളവരെ പറക്കാൻ നിങ്ങൾ സഹായിക്കുകയും വേണം. അച്ഛ, വരദാനം, സ്വസ്ഥിതിയിലൂടെ സർവ പരിസ്ഥിതികളെയും മറികടക്കുന്നവരായ നിരാകാരി അലങ്കാരിയായി ഭവിക്കും. എങ്ങനെയുള്ളവരാകണം? സ്വസ്ഥിതിയിലൂടെ സർവ പരിസ്ഥിതികളെയും മറികടക്കുന്നവരായ നിരാകാരിയും അലങ്കാരിയുമായി ഭവിക്കും. ആരാണോ അലങ്കാരി, അവർക്കൊരിക്കലും ദേഹാഹങ്കാരം ഉണ്ടായിരിക്കില്ല. നിരാകാരി അലങ്കാരിയായിട്ടിരിക്കണം. ഇതാണ് മന്മനാഭവ മധ്യാജീഭവ. എങ്ങനെയാണ്? നിരാകാരിയായിരിക്കുക, അലങ്കാരിയായിരിക്കുക. അഹങ്കാരിയാകാനല്ല ബാബ പറയണത്, അലങ്കാരിയായിട്ട് മാറും. ഇത് തന്നെയാണ് മന്മനാഭവ മധ്യാജീഭവം. എപ്പോഴാണോ ഇങ്ങനെ സ്വസ്ഥിതിയിൽ സദാ സ്ഥിതി ചെയ്യുന്നത്, അവർക്ക് സഹജമായി എല്ലാ പരിതസ്ഥിതികളെയും മറികടക്കാനായിട്ട് പറ്റും. എങ്ങനെ പറ്റൂത്രേ? സദാ ആര് സ്വസ്ഥിതിയിൽ ഇരിക്കുന്നുണ്ടോ അവർക്ക് മറ്റുള്ള എല്ലാ പരിതസ്ഥിതികളെയും
സഹജമായി മറികടക്കാൻ പറ്റും. അതുകൊണ്ട് ബാബ പറഞ്ഞു അനേക പഴയ സ്വഭാവങ്ങളെ സമാപ്തമാക്കാനും പറ്റും. ഈ സ്ഥിതിയിലിരിക്കുമ്പോൾ പഴയ സ്വഭാവങ്ങളെ കളയാനും പറ്റും. സ്വയം ആത്മഭാവത്തിൽ കാണുന്നതിലൂടെ ഭാവസ്വഭാവത്തെ സമാപ്തമാക്കാൻ പറ്റുന്നതാണ്. സ്ലോഗൻ: സങ്കല്പത്തിന്റെ ഓരോ ചുവടും വെക്കുമ്പോൾ താങ്കൾക്ക് സഹയോഗത്തിന്റെ 1000 ചുവട് ബാബയിൽ നിന്ന് കിട്ടും. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഒരു സങ്കല്പം വെക്കുമ്പോൾ ബാബ തന്ദേശിയുത്ര സഹയോഗത്തിന്റെ 1000 ചുവടുകള് നിങ്ങൾ കുട്ടികളോടൊപ്പം വയ്ക്കുന്നതാണ്. ഇന്നത്തെ അവ്യക്ത സൂചകം. സദാ സന്തോഷത്തിലിരിക്കുന്നതിന് വേണ്ടി തൻ്റെ നേച്ചറിനെ സരളമാക്കി മാറ്റൂ, സഹനശീലരായി മാറും. ആരാണോ തൻ്റെ മറ്റുള്ളവരുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കാണാത്തത്, കഴിഞ്ഞുപോയ കാര്യത്തെ നമ്മൾ പാസ്റ്റ് അല്ലെ വിട്ടുകളയണം, സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടണം, അവരെയാണ് ബാബ സരളചിത്തരെന്ന് പറയുന്നത്. ഇങ്ങനെ ആരാണോ സരളചിത്തരായിരിക്കുന്നത് അവരുടെ കണ്ണിലൂടെ, അവരുടെ വായിലൂടെ, അവരുടെ പെരുമാറ്റത്തിലൂടെ സന്തുഷ്ടതയുടെ, ഹർഷിത മുഖതയുടെ പ്രത്യക്ഷ രൂപം കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ സരളചിത്ത ആത്മാക്കള് സ്വയം എന്തായിരിക്കും ഇത്രയും മറ്റുള്ളവരെയും സരളചിത്തരാക്കി മാറ്റുന്നതാണ്. സരളചിത്തർ അർത്ഥം മറ്റുള്ളവരുടെ എങ്ങനെയായിരിക്കണം ബാബ പറയുന്നത്? എന്ത് കാര്യം കേട്ടാലും സാരയുക്തമായി, എന്തിൻ്റെയും സാരം മാത്രം എടുക്കുന്നവരായിട്ട് മാറും. ഓം ശാന്തി. ഇന്ന് നമ്മുടെ പെരുവുമ്പ് ഗീതാ പാഠശാലയിലെ ഒന്ന് ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങുമാണ്. കൂടാതെ ജൂൺ 5 പരിസ്ഥിതി ദിനമായിരുന്നില്ലേ? അപ്പൊ ഇന്നത്തെ ദിവസമാണ് പരിസ്ഥിതി ദിനാഘോഷം നമ്മൾ പെരുവുമ്പ് സെന്ററിൽ വെച്ച് നടത്തുന്നത്. അപ്പോൾ ആർക്കൊക്കെ വരാൻ പറ്റൂ, തീർച്ചയായിട്ടും വന്നാൽ നല്ലതാണ്. 9 മണിക്ക് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ആണ്. ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും. ഉച്ചയ്ക്ക് 12, 1 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും തിരിച്ചു പോകും കൂടെ ചെയ്യും. ഓം ശാന്തി. എല്ലാവരും ഈ സ്വമാനത്തിന്റെ അഭ്യാസം ചെയ്യും. ഞാൻ സൃഷ്ടിയാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ വേരിൽ ആദിദേവനായ ബ്രഹ്മബാബയോടൊപ്പം ആദിദേവിയായ മമ്മയോടൊപ്പം തപസ് ചെയ്യുന്നു. ഞാൻ തപസ്വി മൂർത്തിയായ ആത്മാവാണ്. ഞാൻ പൂർവികനുമാണ്. ഞാൻ പൂജ്യനുമാണ്. ഈ ലോകത്തിലെ സർവ മനുഷ്യാത്മാക്കളുമായി ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി എനിക്ക് കണക്ഷനുണ്ട്. ബാബയാകുന്ന ബീജത്തിൽ നിന്നും ഞാൻ എല്ലാം നിറയ്ക്കും. ശാന്തിയുടെയും സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും
സർവഖജനാവ് ബാബ എന്നിലേക്ക് ഒഴുക്കും. എന്നിൽ നിന്നും മുഴുവൻ സൃഷ്ടിയിലേക്കും സൃഷ്ടിയിലെ ഓരോ മനുഷ്യാത്മാക്കളിലേക്കും പരന്നൊഴുകുന്നു. സർവാത്മാക്കൾക്കും എന്നിൽ നിന്ന് സകാശ് ലഭിക്കും. കറണ്ട് ഞാൻ തന്നെയാണ്. സനാതനധർമ്മത്തിൽ വേരിലും സ്ഥിതി ചെയ്യും. അനേക ഭക്തർ ഓർമ്മിക്കുന്ന ദേവാത്മാവ്, വിധിപൂർവം പൂജ ലഭിക്കുന്ന മഹിമകൾക്കും കീർത്തനങ്ങൾക്കും യോഗ്യമായ ദേവാത്മാവ്, അനേക ആത്മാക്കളുടെ അശാന്തിയുടെ നിലവിളി എന്റെ ചെവിയിൽ പ്രതിധ്വനിക്കുന്നു. ഞാനിതാ സർവ ആത്മാക്കൾക്കും സകാശ് നൽകുകയാണ്, ശക്തി നൽകുകയാണ്, കറണ്ട് നൽകുകയാണ്. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. हम तो सदा महफूज हुए हैं दाता तेरी याद में, बिन मांगे सब कुछ है पाया, क्या मांगू फरियाद में। हम तो सदा महफूज हुए हैं दाता तेरी याद में, बिन मांगे सब कुछ है पाया, क्या मांगू फरियाद में। तू ही समझता दिल को हमारे, करता मेरी हिफाजत है, तुझ पर ही तो हक है सारे, तू ही मेरी ताकत है। तू ही समझता दिल को हमारे, करता मेरी हिफाजत है, तुझ पर ही तो हक है सारे, तू ही मेरी ताकत है। तू ही सबसे पहले दिल में, बाकी सब है बाद में,
भगवन तेरी याद में, तू ही सबसे पहले दिल में, बाकी सब है बाद में। हम तो सदा महफूज हुए हैं भगवन तेरी याद में। दिल जो गाता तू वो गजल है, तू ही भरता मुझ में बल है। तुझसे मुकम्मल मेरी सांसें, तू ही जीवन सबका तराशे। दिल जो गाता तू वो गजल है, तू ही भरता मुझ में बल है। तुझसे मुकम्मल मेरी सांसें, तू ही जीवन सबका तराशे। तुमने दी है हर एक खूबी मुझको आशीर्वाद में। हम तो सदा महफूज हुए हैं साहिब तेरी याद में। तुमने दी है हर एक खूबी मुझको आशीर्वाद में। हम तो सदा महफूज हुए हैं साहिब तेरी याद में। तुमने थामा हाथ है मेरा इस बदलते दौर में। तू ही मेरे मन का सुकून है दुनिया के इस शोर में। तुमने थामा हाथ है मेरा इस बदलते दौर में। तू ही मेरे मन का सुकून है दुनिया के इस शोर में। पाए हैं तुमसे सभी खजाने मैंने जायदाद में। हम तो सदा महफूज हुए हैं ईश्वर तेरी याद में। पाए हैं तुमसे सभी खजाने मैंने जायदाद में। हम तो सदा महफूज हुए हैं ईश्वर तेरी याद में। मौला तेरी याद में या रब